Hi, hello. Welcome to I Plus Training Solutions. സോ യു ജി സി നെറ്റ് ഹിസ്റ്ററിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂൺ 2025 നടന്ന എക്സാമിന്റെ. സോ വി ഹാവ് ഓൾറെഡി കവേർഡ് 4 വീഡിയോസ് ഓൺ ദി സീരീസ്. അപ്പൊ 4ഓളം വീഡിയോസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ജൂൺ 2025 ഒരു ആൻസറും അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും പറഞ്ഞു പോയിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് ദ 5th വൺ. സോ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ബേസ് ചെയ്തിട്ടുള്ള 10ഓളം ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസറും അതിന്റെ എക്സ്പ്ലനേഷനുമാണ്. ഓക്കെ, so let's begin. First question. First question is about the Vernacular Press Act. 1878 ലോർഡ് ലിറ്റന്റെ വൈസ്രോയിഷിപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങേയറ്റം അനാർക്കിലായിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ട് എന്നുള്ളത്. സോ അതിനെ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഒന്നാമത്തെ ചോദ്യം എന്നുള്ളത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് ദ വെർണാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878? സോ വെർണാക്കുലർ പ്രസ് ആക്ട് 1878 ഇതുമായിട്ട് ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് നോക്കേണ്ടത്. Statement A. It was another example of secret collaboration between Governor General Lord Lytton and Secretary of State Lord Salisbury. Okay. So Lytton admitted that this measure was nominally legislative but virtually an executive act. During the debate, the Legislative Council, majority of the European unofficial members opposed the bill. Majority of the European unofficial members opposed the bill. Statement D. After the passage of the bill in the Legislative Council, the Governor General took a long time to give his assent. Calling the Vernacular Press Act a hydra, intended the act to behead it at one sudden stroke. സോ ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? സ്റ്റേറ്റ്മെന്റ് എന്താ പറയുന്നത് വെച്ചാൽ സ്റ്റേറ്റ്മെന്റ് എയിൽ പറയണം അതെന്താണ്, ലോർഡ് ലിറ്റണും അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ലോർഡ് സാലിസ്ബറിയും തമ്മിലുണ്ടായിരുന്ന ഒരു ഗൂഢാലോചന, രഹസ്യ ഗൂഢാലോചനയുടെ ഭാഗമാണ് വെർണാക്കുലർ പ്രസ് ആക്ട് എന്നുള്ളതാണ് പറയുന്നത്. രണ്ടാമതത്തില് ലിറ്റൺ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വെർണാക്കുലർ പ്രസ് ആക്ട് എന്നുള്ളത് അത് നോമിനൽ ലെജിസ്ലേറ്റീവ് മീൻസ് വെറുതെ ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സിലൂടെ കടന്നു വന്നു എന്നുള്ളതൊക്കെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് നോമിനലി ലെജിസ്ലേറ്റീവ് എന്നുള്ളത്. അത് ആദ്യമേ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ആക്ടിന്റെ ഡ്രാഫ്റ്റ് മുന്നിൽ വെക്കുമ്പോഴേ അവിടെ ഉറപ്പായിട്ടുണ്ട് അതെന്താണ്, അത് ഒരു ആക്ട് ആയിട്ട് പുറത്തു വരും എന്നുള്ളത്. ഓക്കെ, വെറുതെ എന്താണ് ആ ഒരു പ്രോസസ്സിൽ വെക്കുകയാണ് എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഇസ് വിർച്വലി ആൻ എക്സിക്യൂട്ടീവ് ആക്ട്. അപ്പൊ ഇതിന്റെ ഡിബേറ്റ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നടക്കുമ്പോൾ മെജോറിറ്റി ഓഫ് ദ യൂറോപ്യൻ അൺഒഫീഷ്യൽ മെമ്പേഴ്സ് ഓപ്പോസിറ്റ് ദ ബിൽ എന്നാണ് പറയുന്നത്. സോ എയും ബിയും കറക്റ്റ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിന്ന് പാസ്സായിട്ട് പിന്നീട് ഗവർണർ ജനറൽ അഥവാ അന്ന് ലോർഡ് ലിറ്റൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ടൈം അദ്ദേഹത്തിന്റെ അസെന്റ്, അദ്ദേഹത്തിന്റെ ഒരു എന്താണ് വന്നിരിക്കുന്ന ഡ്രാഫ്റ്റ് ഒരു ആക്ട് ആയിട്ട് മാറണമെങ്കിൽ എന്ത് ചെയ്യണം, ഗവർണർ ജനറൽ അന്ന് അസെന്റ് കൊടുക്കണമായിരുന്നു. അതിനുവേണ്ടി ഒരുപാട് ടൈം അദ്ദേഹം എടുത്തു എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. ഓക്കെ, കോളിംഗ് ദ വെർണാക്കുലർ പ്രസ് എ ഹൈഡ്ര, ലിറ്റൺ ഇന്റൻഡഡ് ദ ആക്ട് ടു ബിഹെഡ് ഇറ്റ് അറ്റ് വൺ സഡൻ സ്ട്രോക്ക്. സോ ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഓപ്ഷൻ എ, സ്റ്റേറ്റ്മെന്റ് എ കറക്റ്റ് ആണ്, ബി കറക്റ്റ് ആണ്, സിയും ഡിയും റോങ് ആണ്. കാരണം എന്താണ്, ഒരിക്കലും യൂറോപ്യൻ മെമ്പേഴ്സ് അതിനെ ഓപ്പോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അന്ന് 1878 എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം എന്നുള്ളത് ഇന്ത്യയിലെ പ്രസ്സും ജേർണലിസം ഒക്കെ ഭയങ്കരമായിട്ട് വളർന്നു വരുന്ന ഒരു കാലഘട്ടമാണ്. ഓക്കെ, സോ അതെന്തും അവർക്ക് റിയലൈസ് ചെയ്യുന്നുണ്ട്, യൂറോപ്യൻസിന് റിയലൈസേഷൻ വരുന്നുണ്ട് ഇങ്ങനെ ഒരു പ്രസ് വഴിയും മീഡിയം വഴിയും ന്യൂസ് പേപ്പേഴ്സ് വഴിയും ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരുടെ പരത്തുന്ന ഒരു ഐഡിയോളജി, നാഷണലിസം വളർത്തുന്നതും നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമാവാനുള്ള ആഹ്വാനമൊക്കെ വരുന്നത് അത് യൂറോപ്യൻസിന്റെ നിലനിൽപ്പ് അല്ലെങ്കിൽ ബ്രിട്ടീഷേഴ്സിന്റെ ഇന്ത്യയിലെ നിലനിൽപ്പിനെ അത് ബാധിക്കും എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട് അല്ലെ. പിന്നെ പറയണോ, ആ ഒരു ബില്ല് ലെജിസ്ലേറ്റീവ് കൗൺസിൽ പാസ്സായ ശേഷം ഗവർണർ ജനറൽ ഒരുപാട് ടൈം എടുത്തിട്ടാണ് തന്നെ അസെന്റ് കൊടുത്തത് എന്നുള്ളത്. അങ്ങനെ ഒരു സാധ്യത എന്തായാലും വരില്ല. കാരണം എന്താണ്, ഇത് ഓൾറെഡി ഇവരെ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് ഈ ഒരു വെർണാക്കുലർ പ്രസിന്റെ ആ ഒരു ഡ്രാഫ്റ്റ് ആക്ട് ആകുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ഡ്രാഫ്റ്റ് വെക്കുമ്പോൾ തന്നെ ഉറപ്പാണ് അതെന്താണ്, ആസ് സൂൺ ആസ് പോസിബിൾ അതൊരു ആക്ട് ആയിട്ട് വരും എന്നുള്ളത്. ലെജിസ്ലേറ്റീവ് പ്രോസസ്സിലൂടെ ഒക്കെ വെറുതെ ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം എന്താണ് വെച്ചിട്ടുള്ളതാണ്. സോ ഒരിക്കലും എന്ത് ചെയ്യില്ല, ഗവർണർ ജനറൽ ഒരുപാട് ടൈം എടുത്തുകൊണ്ടൊന്നും അതിന്റെ അസെന്റ് കൊടുക്കില്ല. എത്രയും പെട്ടെന്ന് കൊടുക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ അത് കൊടുക്കും എന്നുള്ളതാണ്. സോ സ്റ്റേറ്റ്മെന്റ് സിയും ഡിയും അവിടുന്ന് റോങ് ആണ് എന്ന് മനസ്സിലായി. ഇനി സ്റ്റേറ്റ്മെന്റ് ഇ, കോളിംഗ് ദ വെർണാക്കുലർ പ്രസ് ആക്ട് എ ഹൈഡ്ര, ലിറ്റൺ ഇന്റൻഡഡ് ദ ആക്ട് ടു ബിഹെഡ് ഇറ്റ് അറ്റ് വൺ സഡൻ സ്ട്രോക്ക്. വിച്ച് മീൻസ് എന്താണ്, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എല്ലാ എന്താണ്
എമർജ് ചെയ്ത് വരുന്ന ന്യൂസ് പേപ്പേഴ്സിനെയൊക്കെ ഒറ്റയടിക്ക് ഇങ്ങനെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ടിന്റെ ഒരു ലക്ഷ്യം എന്നുള്ളത്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത്, ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത് സ്റ്റേറ്റ്മെന്റ് എയും ബിയും ഇയുമാണ് ഇവിടുത്തെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത്. ഓക്കെ, സോ സിയും ഡിയും റോങ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് ഓപ്ഷൻ എ ബി ഡി ഇ ഉള്ളി, ഓപ്ഷൻ ബി ബി സി ഇ ഉള്ളി, ഓപ്ഷൻ സി സി ഡി ഇ ഉള്ളി, ഓപ്ഷൻ ഡി എ ബി ഇ ഉള്ളി എന്നുള്ളതാണ്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി എ ബി ഇ ഉള്ളി എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, സോ വെർണാക്കുലർ പ്രസ് ആക്ടിലേക്ക് കുറിച്ച് നമുക്ക് കുറച്ച് സംസാരിക്കാം. സോ വെർണാക്കുലർ പ്രസ് ആക്ട് നമ്മുടെ ഒരു എമർജൻസ് ഓഫ് പ്രസ് ഇൻ ഇന്ത്യ എന്നുള്ളത് ഇതിന് മുന്നേ ഉള്ള ഏതോ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ യൂണിറ്റ് 8-ൻ്റെതോ 9-ൻ്റെതോ ഒക്കെ ആയിട്ടുള്ള ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു എമർജൻസി വരാത്തതും ഇതിന് മുന്നേ ഉള്ള പല ആക്ടുകളും ഉണ്ട്, ലൈസൻസിങ് റെഗുലേഷൻ, പിന്നെ മെറ്റ്കാഫയുടെ വരവ്, അങ്ങനെ ഒരുപാട് ആക്ടുകൾ എന്താണ് ഈ വെർണാക്കുലർ പ്രസ് ആക്ടിന് മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ 1857 റിവോൾട്ടിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ആക്ടിന്റെ സ്വഭാവം ഒന്നുകൂടി മാറിയിട്ടുണ്ട്. 1857 മുന്നേ 1830s ഇന്ത്യൻ പ്രസ്സുകൾ ഒന്നും കൂടി ഫ്രീ ആയിരുന്നു. മെറ്റ്കാഫയുടെ ഒരു ആക്ട് വഴി ഹീസ് നോൺ ആസ് ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എനിവേ 1857 ശേഷം ഈ ഒരു റിവോൾട്ട് ബ്രിട്ടീഷുകാർ വിചാരിക്കാത്ത രീതിയിൽ ബ്രിട്ടീഷ് എംപയറിനെ ഇന്ത്യയിൽ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല സെൻസിലും. സോ ആ ഒരു റിവോൾട്ടിന് ശേഷം എന്ത് ചെയ്തു, ഇവർക്ക് മനസ്സിലായി ഇന്ത്യയിലെ പ്രസ്സുകളെ ഒന്നുകൂടി എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ ഒരു ബിറ്റർ ലെഗസി ഓഫ് 1857 റിവോൾട്ട് ഒന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഇവർക്കിടയിൽ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷനെ കൂട്ടിയിട്ടുണ്ട്. റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ മീൻസ് ഇംഗ്ലീഷേഴ്സും ഇന്ത്യക്കാരും. ഓക്കെ, 1858 ശേഷം ദ യൂറോപ്യൻ പ്രസ് ഓൾവേസ് റാലിഡ് ബിഹൈൻഡ് ദ ഗവൺമെന്റ് ഇൻ പൊളിറ്റിക്കൽ കോൺട്രവേഴ്സീസ് വൈൽ ദ വെർണാക്കുലർ പ്രസ് വാസ് ക്രിട്ടിക്കൽ ഓഫ് ദ ഗവൺമെന്റ്. അപ്പൊ എന്ത് ചെയ്യും, യൂറോപ്യൻ പ്രസ് എന്ത് ചെയ്താലും ഗവൺമെന്റ് ഇന്ത്യയിൽ, യൂറോപ്യൻ ഗവൺമെന്റ് ഇന്ത്യയിൽ എന്ത് ചെയ്താലും ലൈക്ക് എന്താണ് അതിനെ സപ്പോർട്ട് ചെയ്ത രീതിയിൽ സംസാരിക്കും. ആൻഡ് ഇന്ത്യൻ പ്രസ്സുകൾ അഥവാ വെർണാക്കുലർ ഇന്ത്യയിലെ പ്രാദേശിക ഭാഷകളിൽ ഇറങ്ങുന്ന മാധ്യമങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ബ്രിട്ടീഷ് ഭരണത്തെ, ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഭരണത്തിനെ എല്ലാ അർത്ഥത്തിലും വിമർശിക്കുന്നുമുണ്ട്. ഓക്കെ, സോ ഇങ്ങനെ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് പ്രസ് അല്ലെങ്കിൽ മാധ്യമങ്ങൾ വഴി ഇന്ത്യക്കാരിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുകയാണ്. Okay, so there was a strong public opinion against the imperialist policies of Lytton, compounded by the terrible famine on the one hand and the lavish expenditure on the imperial Delhi Darbar on the other. സോ ഈ ഒരു കാലഘട്ടത്തിൽ ലോർഡ് ലിറ്റൺ, അപ്പം നമ്മൾ പറയപ്പെടുന്ന അല്ലെങ്കിൽ ലിസ്റ്റ് ചെയ്ത് പഠിക്കുന്ന വൈസ്രോയിമാരുടെ കൂട്ടത്തിൽ അങ്ങേയറ്റം എന്താണ് ഒരു അൺജസ്റ്റ് ആയിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വളരെ ക്രൂവലായിട്ടുള്ള പല ആറ്റിറ്റ്യൂഡ്സും പല ആക്ടുകളും കൊണ്ടുവന്ന ഒരു വൈസ്രോയി ആയിട്ടാണ് നമ്മൾ ലോർഡ് ലിറ്റണെ പറയാറുള്ളത്. ഈ ലോർഡ് ലിറ്റണിന്റെ ഭരണകാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആ ഒരു റേഷ്യൽ സുപ്പീരിയോറിറ്റി എന്നൊക്കെയുള്ളത് വളരെ കൂടുതലായിരുന്നു. ആൻഡ് അദ്ദേഹം ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇമ്പീരിയൽ പോളിസീസ് എന്നുള്ളതും വളരെ ബ്രൂച്ചലായിരുന്നു. അപ്പൊ ഇന്ത്യക്കാർ ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യക്കാർ കനത്തൊരു ഫെമൈനിലേക്ക് കൂടി കടന്നു പോകുന്ന ഒരു കാലഘട്ടം. പക്ഷെ ഓപ്പോസിറ്റ്ലി ലോർഡ് ലിറ്റണിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഭയങ്കരമായിട്ടുള്ള ലാവിഷ് എക്സ്പെൻഡിച്ചർ അവർ നടക്കുന്നുണ്ട്. ആൻഡ് ഡൽഹി ദർബാറൊക്കെ അന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ ഇവർ പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്. സോ ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇന്ത്യക്കാർക്കിടയിൽ ഭയങ്കരമായിട്ടുള്ള ഒരു അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഇഷ്ടക്കേട്, ഓൾറെഡി ഒരു ഇഷ്ടക്കേടുണ്ട് എങ്കിലും ആ ഉള്ള ആ ഒരു എതിർപ്പിനെ ഒന്നുകൂടി ഒന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു എരുതിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ ഇവരുടെ ഈ വികാരങ്ങൾ, ഇന്ത്യക്കാരുടെ വികാരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ അന്നത്തെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വികാരങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ പത്രങ്ങളിലൂടെ എഴുതി വരുന്നുണ്ട്. സോ എന്ത് ചെയ്യുന്നു, ഒരുപാട് സെഡീഷ്യസ്, അവർക്ക് സെഡീഷ്യസ് ആണെന്ന് തോന്നുന്ന രീതിയിലായിരുന്നു അന്നത്തെ പല വെർണാക്കുലർ പത്രങ്ങളുടെയും ഒരു രീതി എന്നുള്ളത്. അതുകൊണ്ട് തന്നെയായിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ട് 1878 പാസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. Okay, so the Vernacular Press Act VPA was designed to control the vernacular press and effectively punish and repress seditious writing. ഓക്കെ, സോ വെർണാക്കുലർ പ്രസ്സിനെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ ഈ ഒരു സെഡീഷ്യസ് റൈറ്റിംഗ്, ആരാണോ ഗവൺമെന്റിനെതിരെ എഴുതുന്നത്, ഈ ഗവൺമെന്റിനെതിരെ എഴുതുന്ന ആൾക്കാരെ ഭയങ്കരമായിട്ട് പണിഷ് ചെയ്യുക എന്നൊരു ലക്ഷ്യമായിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ടിന് ഉണ്ടായിരുന്നത്. ഓക്കെ, ഇനി എന്തൊക്കെയാണ് ഈ ഒരു ആക്ടിന്റെ പ്രൊവിഷൻസ് എന്നുള്ളത്? ഒന്നാമത്തെ പ്രൊവിഷൻ ആണ്, ദ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് വാസ് എംപവേർഡ് ടു കോൾ അപ്പോൺ ദ പ്രിന്റർ ആൻഡ് പബ്ലിഷർ ഓഫ് എനി വെർണാക്കുലർ ന്യൂസ് പേപ്പർ ടു എൻറ്റർ ഇൻ ടു എ ബോണ്ട് വിത്ത് ദ ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് നോട്ട് ടു കോസ് ഡിസഫെക്ഷൻ അഗൈൻസ്റ്റ് ദ ഗവൺമെന്റ് ഓർ ആന്റിപ്പതി ബിറ്റ്വീൻ പേഴ്സൺസ് ഓഫ് ഡിഫറെന്റ് റിലീജിയൻസ്, കാസ്റ്റ്, റൈസ് ത്രൂ പബ്ലിഷ്ഡ് മെറ്റീരിയൽ. സോ എന്താണ് പറയണത്,
ഈ ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് എന്തിനുള്ള അധികാരമുണ്ട്? ഏതെങ്കിലുമൊക്കെ ഒരു പ്രിന്ററോ ഏതെങ്കിലുമൊക്കെ ഒരു പബ്ലിഷറോ ഇന്ത്യയിൽ ഈ ഒരു ബ്രിട്ടീഷ് ഗവൺമെന്റ് നടത്തുന്ന ഏതെങ്കിലുമൊക്കെ ഒരു പോളിസീസിന് എതിരെ എഴുതുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യക്കാർക്കിടയിൽ തന്നെ ഇന്ത്യയിലെ പല റീജിയൻസിനോ കാസ്റ്റിനോ റേസിനുകളൊക്കെ ഇടയിലുള്ള ഒരു പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന, ഗവൺമെന്റും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇടയിൽ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ആരെങ്കിലൊക്കെ എഴുതുകയാണെങ്കിൽ ആ പ്രിന്ററിന്റെയും പബ്ലിഷറിന്റെയും ലൈസൻസ് ക്യാൻസൽ ചെയ്യാം. ആ ഒരു പത്രം തന്നെ ഇല്ലാതാക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് കൊടുത്ത ഒരു ആക്ട് ആയിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ട് എന്നുള്ളത്. ഓക്കെ, ഇതാണ് ഒന്നാമത്തത് എന്നുള്ളത്. രണ്ടാണ്, ഈ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ആക്ഷൻ എന്താണ്? അത് ഫൈനലാണ്. ഇവിടെ പിന്നെ എന്തിനുള്ള ചാൻസ് ഇല്ല? അപ്പീലിനുള്ള ചാൻസ് ഇല്ല. സോ ദ മജിസ്ട്രേറ്റ്സ് ആക്ഷൻ വാസ് ഫൈനൽ ആൻഡ് നോ അപ്പീൽ കുഡ് ബി മെയ്ഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ. സോ ഈ രണ്ട് നിയമങ്ങൾ, അപ്പൊ ഇതിൽ സ്പെസിഫിക് ആയിട്ട് ഒന്നാമത്തെ ക്ലോസിൽ പറയുന്നുണ്ട് വെർണാക്കുലർ പ്രസ് എന്നുള്ളത്. അപ്പൊ ഈ പ്രാദേശിക മാധ്യമങ്ങൾക്ക് മാത്രമേ എന്ത് കൊടുക്കുന്നുള്ളൂ? ആ ഒരു കൺട്രോൾ അല്ലെങ്കിൽ റെസ്ട്രിക്ഷൻ കൊടുക്കുന്നുള്ളൂ. ഇനി മൂന്നാമത്തെ ആക്ട് ആണ്, വെർണാക്കുലർ ന്യൂസ് പേപ്പർ കുഡ് ഗെറ്റ് എക്സംഷൻ ഫ്രം ദ ഓപ്പറേഷൻ ഓഫ് ദ ആക്ട് ബൈ സബ്മിറ്റിംഗ് പ്രൂഫ് ടു എ ഗവൺമെന്റ് സെൻസർ. സോ എന്ത് ചെയ്തു? ഇനി ഒരു വെർണാക്കുലർ ന്യൂസ് പേപ്പർ അവർ നാളെ എന്തൊക്കെയാണ് പബ്ലിഷ് ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ ഒരു കോപ്പി സെൻസറിങ്ങിന് വേണ്ടി എന്ത് ചെയ്യണം? ആദ്യമേ ഈ ഒരു ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ ഇവരുടെ ഗവൺമെന്റ് സെൻസറിന് ഏൽപ്പിക്കണം. സോ ഇതായിരുന്നു ഈ ഒരു വെർണാക്കുലർ പ്രസ് ആക്ടിലെ പ്രധാനപ്പെട്ട 3 പ്രൊവിഷൻസ് എന്നുള്ളത്. അതിൽ ഓർത്തിരിക്കുക, ഇവിടെ എന്തില്ല? അപ്പീലില്ല. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ ആക്ഷൻ ഫൈനലാണ്. ഇപ്പൊ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആ ഒരു പ്രിന്റും പബ്ലിഷറും അങ്ങനെ തന്നെ സീസ് ചെയ്താൽ ആ ഒരു ആക്ട് ഫൈനലാണ്. സെഡീഷന് ജയിലിൽ അടക്കുകയാണെങ്കിൽ അതും ഫൈനലാണ്. അവിടെ പിന്നീട് അപ്പീലായിട്ട് കോർട്ടിൽ പോകാനുള്ള അധികാരം വെർണാക്കുലർ പ്രസ് ആക്ട് വഴി ഇല്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ആക്ടിനെ എന്ത് വിളിച്ചിട്ടുള്ളത്? ദ ഗാഗിംഗ് ആക്ട് എന്നൊരു പേര് ഈ ഒരു ആക്ടിനുണ്ട്. വെർണാക്കുലർ പ്രസ് ആക്ട് ഈസ് ഓൾസോ കോൾഡ് ആസ് ദ ഗാഗിംഗ് ആക്ട് എന്നുള്ളത്. ഇനി എന്തൊക്കെയാണ് ഈ ഒരു ആക്ടിന്റെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്നുള്ളത്? ഓക്കെ, ദ വേഴ്സ്റ്റ് ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട് എന്നുള്ളത്, ഒന്ന്, ഡിസ്ക്രിമിനേഷൻ ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് വെർണാക്കുലർ പ്രസ്. ഇംഗ്ലീഷ് പ്രസ്സിനെയും വെർണാക്കുലർ പ്രസ്സിനെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്തു എന്നുള്ളത്. രണ്ടുപേർക്കും രണ്ട് നിയമങ്ങൾ എന്നുള്ള രീതിയിലായി കാര്യങ്ങൾ. ഓക്കെ, പിന്നെ അപ്പീലിനുള്ള അധികാരം കൊടുത്തിട്ടില്ല. നോ റൈറ്റ് ഫോർ അപ്പീൽ. ഇനി ഈ ഒരു VP വെർണാക്കുലർ പ്രസ് ആക്ടിന്റെ അണ്ടറിൽ ഇന്ത്യയിലെ ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സിന് ലിമിറ്റേഷൻസ് വന്നു, അല്ലെങ്കിൽ ഏതൊക്കെ ന്യൂസ് പേപ്പേഴ്സിനെ ഇന്ത്യയിൽ നിന്ന് ഇല്ലാതാക്കി എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ സോംപ്രകാശ് ഉണ്ട്, ഭാരത് മെഹിർ ഉണ്ട്, ധാക്ക പ്രകാശ് ഉണ്ട്, സമാചർ ഉണ്ട്. ഓക്കെ, സോംപ്രകാശ്, ഭാരത് മെഹിർ, ധാക്ക പ്രകാശ് ആൻഡ് സമാചർ, ഇത്രയും ന്യൂസ് പേപ്പേഴ്സിനെതിരെ ഇന്ത്യയിൽ അന്ന് ആക്ഷൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി ഇവിടെ ഓർത്തിരിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് എന്നുള്ളത്, ഈ ഒരു വെർണാക്കുലർ പ്രസ് ആക്ടിന്റെ പ്രൊവിഷൻസ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അമൃത് ബസാർ പത്രിക, സിസുർ കുമാർ ഘോഷിന്റെ ന്യൂസ് പേപ്പർ ആയിരുന്നു അമീർ ബസാർ പത്രിക എന്നുള്ളത്. ഈ അമീർ ബസാർ പത്രിക അതുവരെ അവർ വെർണാക്കുലർ ലാംഗ്വേജിലായിരുന്നു പബ്ലിഷ് ചെയ്തുകൊണ്ടേയിരുന്നത്. അത് ഒരൊറ്റ രാത്രി കൊണ്ട് അത് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആയിട്ട് മാറി. അവരുടെ പ്രിന്റിംഗ് എന്തിലേക്ക് മാറ്റി? ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറ്റി. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തിട്ടുണ്ടോ? ആൾക്കാരുടെ ആ ഒരു എതിർപ്പുകളും ഒക്കെ മാനിച്ചുകൊണ്ട് പ്രീ സെൻസർഷിപ്പ് ക്ലോസ് എന്ത് ചെയ്തു? അവർ റിപ്പീൽ ചെയ്തു. ഒരു പ്രസ് കമ്മീഷണറെ ഇന്ത്യയിൽ അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? ടു സപ്ലൈ ഒതന്റിക് ആൻഡ് അക്യുറേറ്റ് ന്യൂസ് പ്രസ്സിലേക്ക് ഒതന്റിക് ആയിട്ടും അക്യുറേറ്റ് ആയിട്ടുള്ള ന്യൂസ് കൊടുക്കാൻ വേണ്ടി ഒരു പ്രസ് കമ്മീഷണറെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ എറണാകുളം പ്രസ് ആക്ടിനെതിരെ ഒരു സ്ട്രോങ് ഓപ്പോസിഷൻ ഉണ്ടായതിനാൽ പിന്നീട് വന്ന ലോർഡ് റിപ്പൺ ഈസ് സംവാട്ട് കൂട്. റിപ്പൺ നല്ലൊരു ഭരണാധികാരിയായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സോ റിപ്പൺ എന്ത് ചെയ്തു? ഈ ഒരു വെർണാക്കുലർ പ്രസ് ആക്ടിനെ റിപ്പീൽ ചെയ്തു, പിൻവലിച്ചു എന്നുള്ളതാണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് വെർണാക്കുലർ പ്രസ് ആക്ടിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൊവിഷൻസിനെ പറ്റി നല്ലൊരു ബോധ്യം ഉണ്ടായിരിക്കണം. ആ രീതിയിൽ തന്നെ സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ വരാം. വെർണാക്കുലർ പ്രസ് ആക്ട് വഴി അപ്പീൽ ഇല്ല എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ അത് അപ്പീൽ ഇല്ലാത്തത് തന്നെയാണ്. ആ രീതിയിൽ അതിനെ മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് അബൌട്ട് വെയ്വൽ പ്ലാൻ ആൻഡ് ഷിംല കോൺഫറൻസ്. Which among the following are true about Wavell Plan and Shimla Conference? Statement A. Wavell Plan received unanimous support of British political parties, including the Labour Party. So, Wavell Plan എന്ത് ചെയ്തിട്ടുണ്ട്? ബ്രിട്ടീഷിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ തന്നെ ഒരു യുനാനിമസ് സപ്പോർട്ട്, ആർക്കും എതിരഭിപ്രായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ലേബർ പാർട്ടിക്കും ബാക്കിയുള്ള എല്ലാ ബ്രിട്ടൻ പൊളിറ്റിക്കൽ പാർട്ടീസും ഈ ഒരു വെയ്വൽ പ്ലാനിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് സ്റ്റേറ്റ്മെന്റ് എ പറയുന്നത്. സ്റ്റേറ്റ്മെന്റ് ബി. അറ്റ് ദ കോൺഫറൻസ് മാസ്റ്റർ താര സിംഗ് റെപ്രസെന്റഡ് സിഖ്. അപ്പൊ ഈ വെയ്വൽ പ്ലാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി അവിടെ നടത്തിയിട്ടുണ്ടായിരുന്ന 1945 ജൂണിൽ നടത്തിയിട്ടുണ്ടായിരുന്ന ഒന്നാണ് ഷിംല കോൺഫറൻസ് എന്നുള്ളത്. ഈ ഷിംല കോൺഫറൻസിൽ സിഖുകളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് അവിടെ പങ്കെടുത്ത ആള് എന്നുള്ളത് അത് മാസ്റ്റർ താര സിംഗ് ആണെന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് 2 പറയുന്നത്. ഓക്കെ,
And statement 3, Muslim League refused to submit its list of names for the proposed executive council. അപ്പൊ വേവർ പ്ലാൻ പ്രകാരം ഇന്ത്യയിൽ ഒരു പുതിയൊരു എക്സിക്യൂട്ടീവ് കൗൺസിൽ വരും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. സോ അതിലേക്ക് പേര് കൊടുക്കാൻ ആരും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല, മുസ്ലിം ലീഗ് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് സി പറയുന്നത്. Statement D, we will propose to select a Muslim member each from the Congress and the Unionist Party and the rest from the Muslim League. Okay. സോ എന്ത് ചെയ്യണം, വേവിന്റെ ഒരു ഐഡിയ എങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മുസ്ലിം മെമ്പേഴ്സിനെ കോൺഗ്രസിൽ നിന്നും യൂണിയനിസ്റ്റ് പാർട്ടിയിൽ നിന്നും ഓരോരുത്തരെ സെലക്ട് ചെയ്യാം, ആൻഡ് റെസ്റ്റ് ആയിരത്തിന് സെലക്ട് ചെയ്യാം, മുസ്ലിം ലീഗിൽ നിന്ന് സെലക്ട് ചെയ്യാം എന്നുള്ളതായിരുന്നു വേവലിന്റെ ഒരു പ്ലാൻ എന്നുള്ളത്. ഓക്കെ. ഈ ഷിംല കോൺഫറൻസ്, the conference failed because both the Congress and the Muslim League wanted equal number of Muslim members in the proposed executive council. അപ്പൊ ഇങ്ങനെ മുന്നോട്ട് വരുന്ന ഒരു എക്സിക്യൂട്ടീവ് കൗൺസിൽ, അപ്പൊ ഇവര് മുന്നോട്ട് വെച്ച ആ ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഈക്വൽ നമ്പർ ഓഫ് മുസ്ലിം മെമ്പേഴ്സിനെ വേണം എന്നൊരു ഡിമാൻഡ് മുസ്ലിംസ് ലീഗും കോൺഗ്രസും വെച്ചത് കാരണം കൊണ്ട് ഷിംല കോൺഫറൻസിൽ ഉണ്ടായ ചർച്ചയും പരാജയപ്പെട്ടു എന്നുള്ളതാണ് സ്റ്റേറ്റ്മെന്റ് ഈ പറയുന്നത്. ഓക്കെ. സോ നോക്കിക്കോളൂ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം അവിടെ കറക്റ്റ് ആവുക, ഏതൊക്കെയാണ് റോങ് ആവുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡിവിജ്വലി ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കാം. വേവർ പ്ലാൻ റിസീവ്ഡ് യുനാനിമസ് സപ്പോർട്ട് ഓഫ് ബ്രിട്ടീഷ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഇൻക്ലൂഡിംഗ് ദ ലേബർ പാർട്ടി എന്നുള്ളത് കറക്റ്റ് ആണ്. ദ കോൺഫറൻസ് മാസ്റ്റർ താര സിംഗ് റെപ്രസെന്റഡ് ദ 6, അതും കറക്റ്റ് ആണ്. മുസ്ലിം ലീഗ് refused to submit the list of names for the proposed executive council, അതും കറക്റ്റ് ആണ്. അപ്പൊ മുസ്ലിം ലീഗിന് ഒരു അഭിപ്രായ വ്യത്യാസം അവിടെ ഉള്ളത് കൊണ്ട് തന്നെ മുസ്ലിം ലീഗ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് ഉള്ള മെമ്പേഴ്സിനെ അവർ പ്രപ്പോസൽ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റിൽ ചെറിയൊരു ആംബിഗിറ്റി ഉണ്ട്. ലൈക്ക് വി വിൽ പ്രപ്പോസ് ടു സെലക്ട് എ മുസ്ലിം മെമ്പർ ഈച്ച് ഫ്രം ദ കോൺഗ്രസ് ആൻഡ് ദ യൂണിസ്റ്റ് പാർട്ടി ആൻഡ് ദ റെസ്റ്റ് ഫ്രം ദ മുസ്ലിം ലീഗ്. ഇത് വൈവർ പ്ലാനിൽ എന്താണ് പ്രത്യക്ഷ പറയുന്നില്ലെങ്കിലും ഒരുപാട് ഡീപ്പായിട്ട് സെർച്ച് ചെയ്തപ്പം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ലൈക്ക് എന്താണ്, മോസ്റ്റ് ഓഫ് ദ മുസ്ലിം മെമ്പേഴ്സിനെ മുസ്ലിം ലീഗിൽ നിന്ന് സെലക്ട് ചെയ്യാം, ആൻഡ് വൈസ്രോയ് ഹാഡ് ദ റൈറ്റ് ടു റീറ്റെയിൻ എ മുസ്ലിം മെമ്പർ ഫ്രം കോൺഗ്രസ് ആൻഡ് എ മെമ്പർ ഫ്രം യൂണിസ്റ്റ് പാർട്ടി ഇഫ് ഇറ്റ് ഈസ് നെസസറി എന്നൊരു ക്ലോസ് എന്തിലുണ്ടായിരുന്നു, ബൈബിൾ പ്ലാനിൽ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ആൻസർ കീ പ്രകാരം ABC മാത്രമാണ് കറക്റ്റ്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം അവിടെ ഉണ്ട്. മേ ബി എന്ത് ചെയ്തിട്ടുണ്ടാവാം, മുസ്ലിം ലീഗിന്റെ പ്രഷർ കാരണം വേവിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, മുഴുവൻ മുസ്ലിം മെമ്പേഴ്സിനെയും മുസ്ലിം ലീഗിൽ നിന്ന് തന്നെ സെലക്ട് ചെയ്യാം എന്നൊരു ഐഡിയയിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കാം. അത് ആര് എതിർത്തിട്ടുണ്ട്, കോൺഗ്രസ് എതിർത്തിട്ടുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആയിട്ട് NTAയും കൺസിഡർ ചെയ്തിട്ടുള്ളത്. സോ ദ കോൺഫറൻസ് ഫെയിൽഡ് ബിക്കോസ് ബോത്ത് ദ കോൺഗ്രസ് ആൻഡ് ദ മുസ്ലിം ലീഗ് വാണ്ട് ഈക്വൽ നമ്പർ ഓഫ് മുസ്ലിം മെമ്പേഴ്സ് ഇൻ ദ പ്രപ്പോസ്ഡ് എക്സിക്യൂട്ടീവ് കൗൺസിൽ. അതുകൊണ്ടല്ല കോൺഫറൻസ് ഫെയിൽ ആയിട്ടുള്ളത്. എന്ത് കാരണം കൊണ്ടാണ് ചോദിക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് മുഴുവൻ മുസ്ലിം മെമ്പേഴ്സും മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്ന് തന്നെ നോമിനേറ്റ് ചെയ്യണം. അഥവാ കോൺഗ്രസിൽ എന്ത് ചെയ്യുന്നുണ്ട്, മുസ്ലിം മെമ്പേഴ്സ് ഉണ്ട്, യൂണിസ്റ്റ് പാർട്ടിയിലും മുസ്ലിം മെമ്പേഴ്സ് ഉണ്ട്, അവരൊന്നല്ല എന്ത് ചെയ്യണം, മുഴുവൻ ഈ ഒരു റിസർവ്ഡ് സീറ്റ് പോലെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. ഒരു 14 അംഗ കൗൺസിലാണ് ഈ എക്സിക്യൂട്ടീവിന്റെ കൗൺസിൽ. അപ്പൊ ഈ ഒരു റിസർവ്ഡിലേക്ക് മുഴുവൻ മുസ്ലിം മെമ്പേഴ്സ് മാത്രം മതി എന്നുള്ളൊരു ധാരണയായിരുന്നു ജിന്നക്ക് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയായിരുന്നു ഷിംല കോൺഫറൻസ് ഫെയിൽ ചെയ്തിട്ടുള്ളത്. എന്താണ് ഫെയിൽ ആവാനുള്ള കാരണം ചോദിക്കുകയാണെങ്കിൽ ബേസിക്കലി മുസ്ലിം ലീഗും കോൺഗ്രസും തമ്മിലുള്ള ഒരു അഭിപ്രായ വ്യത്യാസം വളരെ രൂക്ഷമായതിനാൽ ഷിംല പ്ലാൻ ഫെയിലായി എന്ന് വേണം പറയാൻ. ഓക്കെ. സോ ഇതാണ് ഇന്ത്യയുടെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ ACD, ABD, ABC ആൻഡ് BDE ഉള്ളി എന്നൊരു ഓപ്ഷനാണ് ഉള്ളത്. ഇത് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് എനിക്ക് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ C, ABC ഉള്ളി എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് വൈവൽ പ്ലാനിനെ പറ്റി ഒന്ന് നോക്കാം. ഓക്കെ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ C, ABC ഉള്ളി എന്നുള്ളതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ. സോ അതിന്റെ കൂട്ടത്തിൽ തന്നെ സ്റ്റേറ്റ്മെന്റ് 1 അത് അങ്ങനെ തന്നെ നിങ്ങൾ പഠിച്ചു നോക്കണം കേട്ടോ. വൈവൽ പ്ലാനിന് ബ്രിട്ടീഷിലെ അല്ലെങ്കിൽ അന്നത്തെ ബ്രിട്ടനിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും കൺസർവേറ്റീവ്സിന്റെയും അതുപോലെ തന്നെ ലേബർ പാർട്ടിയുടെയും ലിബറൽസിന്റെയും സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് ബിപിൻ ചന്ദ്രയുടെ ആ ഒരു വർക്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. സോ സ്റ്റേറ്റ്മെന്റ് എന്താ രീതിയിലും കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് P ആയാലും താര സിംഗ് തന്നെയായിരുന്നു 6നെ റെപ്രസെന്റ് ചെയ്തിട്ട് ആ ഒരു കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്റ്റേറ്റ്മെന്റ് സിയിൽ മുസ്ലിം ലീഗ് സബ്മിറ്റ് എന്താണ് അവരുടെ നെയിം ആരൊക്കെയാണ് അവർ എക്സിക്യൂട്ടീവ് കൗൺസിലുള്ള മെമ്പേഴ്സ് എന്നുള്ളത് മുസ്ലിം ലീഗ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും എന്താണ് ഫുള്ളി കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഓക്കെ. നമുക്ക് വൈവൽ പ്ലാനിൽ പറയുകയാണെങ്കിൽ
സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്താണ് വേവൽ പ്ലാൻ വരുന്നത് അല്ലെ. സോ യൂറോപ്പിലുള്ള ആ ഒരു യുദ്ധം മെയ് 1945 അവസാനിച്ചിരുന്നെങ്കിലും ജപ്പാനീസിന്റെ ആ ഒരു ഇൻവേഷനിലേക്ക് ജപ്പാനീസ് ത്രെട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ബ്രിട്ടൻ ഭരിച്ചിട്ടുണ്ടായിരുന്നത് കൺസർവേറ്റീവ് പാർട്ടിയാണ്. സോ ആസ് സൂൺ ആസ് പോസിബിൾ അല്ല, ആസ് സൂൺ ആസ് അവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ട്, അതിൽ ലേബർ പാർട്ടി അധികാരത്തിൽ വരുന്നതുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് ലേബർ പാർട്ടിയുടെ അസെന്റ് ഈ വൈവൽ പ്ലാന് ഇമ്പോർട്ടന്റ് ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, സോ ദ കൺസർവേറ്റീവ് ഗവൺമെന്റ് ഇൻ ബ്രിട്ടൻ ലെഡ് ബൈ ചർച്ചിൽ വാസ് കീൻ ടു റീച്ച് എ സൊല്യൂഷൻ ഓൺ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്വസ്റ്റ്യൻ ഇൻ ഇന്ത്യ. സോ അവിടെ ഒരു ജപ്പാനീസ് ത്രെട്ട് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്തു, അന്നത്തെ കൺസർവേറ്റീവ് ഗവൺമെന്റ്, കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായിരുന്ന ചർച്ചിലിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഇഷ്യൂവിന് ഏറ്റവും പെട്ടെന്ന് പരിഹാരം കാണണം എന്നുള്ളതായിരുന്നു. ഓക്കെ, അങ്ങനെ വൈസ്രോയി ആയിരുന്ന ലോർഡ് വെയ്വൽ ഇന്ത്യയിലെ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസുമായിട്ട് ഒരു നിഗോഷിയേഷൻ ചർച്ചകൾ നെഗോഷിയേഷൻസിലേക്ക് എത്തിത്തുടങ്ങി. കോൺഗ്രസ് ലീഡേഴ്സിനെയൊക്കെ ജയിലിൽ നിന്ന് 1945 ജൂണോടുകൂടി എന്ത് ചെയ്തു, റിലീസ് ചെയ്തു. അപ്പൊ വെയ്വൽ മുന്നോട്ട് വെച്ച ഒരു ഐഡിയ എന്നുള്ളത് ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ എന്തായിട്ട് മാറും, റീകൺസ്ട്രക്ട് ചെയ്തു. അതിൽ ഗവർണർ ജനറൽ ഒഴികെ ഗവർണർ ജനറലും കമാൻഡർ ഇൻ ചീഫും ഈ രണ്ട് ഇമ്പോർട്ടന്റ് പോസ്റ്റുകൾ ഒഴികെ ബാക്കിയുള്ള മുഴുവൻ പോസ്റ്റും അതിൽ ഇന്ത്യൻസിനെ അഡ്മിറ്റ് ചെയ്യാം. അപ്പൊ ഈ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ ഒരു വർക്ക് എന്നുള്ളത് അവർക്ക് ഇനി കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിങ്ങിൽ പ്രിപ്പയർ ചെയ്യാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുന്ന പണി തുടങ്ങാം എന്നുള്ളതായിരുന്നു ലോർഡ് വെയ്വൽ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നത്. സോ ആ ഒരു പ്ലാനൊക്കെ എടുത്തിട്ടാണ് അദ്ദേഹം ഇവിടത്തേക്ക് വരുന്നത്, ഇന്ത്യയിലേക്ക് ഈ ഒരു വെയ്വൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വേണ്ടി വരുന്നത്. അങ്ങനെ വെയ്വൽ പ്ലാൻ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് വെയ്വൽ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു കോൺഫറൻസ് ആയിരുന്നു. It was held in June 1945 in Shimla, and that is why it is called as Shimla Conference. അതുകൊണ്ടാണ് അതിനെ ഷിംല കോൺഫറൻസ് എന്ന് വിളിക്കുന്നത്. എന്തൊക്കെയായിരുന്നു വെയ്വൽ മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഐഡിയോളജീസ് എന്നുള്ളത്? ഒന്ന്, ഈ ഒരു ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഗവർണർ ജനറലും കമാൻഡർ ഇൻ ചീഫും ഒഴികെയുള്ള എല്ലാ മെമ്പേഴ്സും എന്തായിരിക്കും, ഇന്ത്യൻസ് ആയിരിക്കും എന്നുള്ളതാണ്. ഇനി ഹിന്ദുസിനും മുസ്ലിംസിനും ഈക്വൽ റെപ്രസെന്റേഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ ഒരു പുതിയതായിട്ട് ഉണ്ടാക്കുന്ന ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അവരെന്തായിരിക്കണം, അവർ ഇന്ററിം ഗവൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഫ്രെയിംവർക്കിൽ നിന്നുകൊണ്ട് അതൊരു ഇന്ററിം ഗവൺമെന്റ് ആയിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രൊവിഷൻ എന്നുള്ളത്. ഇനി എന്തുണ്ട്, ഗവർണർ ജനറൽ അദ്ദേഹം ഇന്ത്യക്കാരനല്ല, അദ്ദേഹം ബ്രിട്ടൻ ആയിരിക്കും, അദ്ദേഹത്തിന് വീറ്റോ പവർ ഉണ്ട്. എന്നുള്ളതും ഓർത്തിരിക്കാം. പിന്നെ ഇനി എന്ത് ചെയ്യണം, ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയും, ഇപ്പം മുസ്ലിം ലീഗിനെ ആരാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, കോൺഗ്രസിന് ആരാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, യൂണിസ്റ്റ് പാർട്ടി ആരാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള ഓരോ പൊളിറ്റിക്കൽ പാർട്ടിയിലെയും റെപ്രസെന്റേറ്റീവ്സിന് അവരെന്ത് ചെയ്യണം, അവരൊരു ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യണം. ഈ ലിസ്റ്റിൽ ആരാ ഉണ്ടാവുക, ഈ ഒരു പാർട്ടിയിൽ നിന്ന് ഇവരാരൊക്കെയാണ് എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, ഇനി ഒരു ജോയിന്റ് ലിസ്റ്റ് പോസിബിൾ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ലിസ്റ്റ്. ഇവരെല്ലാവരും കൂടിയിട്ട് എന്താണ്, ഒരുമിച്ചിരുന്ന് എല്ലാവരുടെ പാർട്ടിയിൽ നിന്നും ആരൊക്കെ പോകുന്നു എന്നുള്ളൊരു ലിസ്റ്റ് ആയിരുന്നു ലോർഡ് വെയ്വൽ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇനി ഇൻ കേസ് ഇവർക്കിടയിൽ എന്തുണ്ടാവില്ല, ഒരിക്കലും ഒരു സമവാക്യത്തിലെത്തില്ല എന്നുള്ളത് ലോർഡ് വെയ്വലിന് ഏറെക്കുറെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു പ്രൊവിഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തു. ഇനി എല്ലാ പാർട്ടിക്കാർക്കും ഒരേ സൗണ്ടിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓരോ പാർട്ടിയും അവരുടെ ഇൻഡിവിജ്വൽ ലിസ്റ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, പക്ഷേ ഈ ഇൻഡിവിജ്വൽ ലിസ്റ്റ് ആര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, മുസ്ലിം ലീഗ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്, ജിന്നയെ സംബന്ധിച്ച് മുഴുവൻ മുസ്ലിം മെമ്പേഴ്സ് മുസ്ലിം ലീഗിന്റെ അധീനതയിൽ നിന്ന് വരുന്ന ആൾക്കാരായിരിക്കണം എന്നൊരു അതിമോഹം ജിന്നക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, ലോർഡ് വെയ്വൽ പ്ലാൻ ഈ ഒരു ഷിംല കോൺഫറൻസിൽ വെച്ച് തന്നെ പറഞ്ഞു, ഇനി എന്ത് ചെയ്യാം, ഇതിൽ പിന്നെയും എല്ലാവരും പാർട്ടി മെമ്പേഴ്സിനൊക്കെ സബ്മിറ്റ് ചെയ്ത ശേഷം വീണ്ടും ചർച്ചയ്ക്കിരിക്കാം, നെഗോഷിയേഷൻസിന് വീണ്ടും വെക്കാം. അതുപോലെ തന്നെ വൺസ് ഇത് എല്ലാവരും കൂടി ഒരു ഐക്യദാരത്തിൽ, ഒരു സമവാക്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പുതിയ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള പണി തുടങ്ങാം എന്നുള്ളതൊക്കെ ആയിരുന്നു ലോർഡ് വെയ്വലിന്റെ പ്ലാൻ. പക്ഷെ ലോർഡ് വെയ്വൽ പ്ലാൻ എന്ത് ചെയ്തു, ഫെയിൽ ആയിപ്പോയി. ഫെയിൽ ആവാനുള്ള മെയിൻ കാരണം എന്നുള്ളത് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒരു ഏകാഭിപ്രായത്തിൽ എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് എന്ത് ചെയ്യണം, കോൺഗ്രസിലും മുസ്ലിം മെമ്പേഴ്സ് ഉണ്ട്. സോ മുസ്ലിം മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്തതിൽ അല്ലെങ്കിൽ മുന്നോട്ട് വെക്കുന്നത്, നോമിനേറ്റ് ചെയ്യുന്നതിൽ കോൺഗ്രസിനും അധികാരം വേണം എന്നുള്ളതായിരുന്നു. കോൺഗ്രസിനെ മിയർലി ഒരു ഹിന്ദുസിന്റെ പാർട്ടിയാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ഒരു വാദം. പക്ഷെ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് തന്നെ മുഴുവൻ മുസ്ലിം മെമ്പേഴ്സിനെയും നോമിനേറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചൊരു വാദം. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്തിട്ടില്ല, ഒരു
നിലക്കും യോജിച്ചു പോവാൻ പറ്റാത്തതിനാൽ ഈ വെയ്വൽ പ്ലാൻ ഫെയിലായി എന്നുള്ളതാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക ചർച്ചകളും മുസ്ലിം ലീഗിനെയും കോൺഗ്രസിനെയും ഒരു സമവാക്യത്തിൽ എത്തിക്കാൻ വേണ്ടി നടന്ന എല്ലാ ചർച്ചകളും പരാജയപ്പെട്ടു പോവുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ദേശായി ലിയാഖത്ത് പാക്ട്, CR ഫോർമുല പോലെ ഒരുപാട് ചർച്ചകൾ ഉണ്ടായിരുന്നു, ഒക്കെ ഫെയിലായി പോയി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ വെയ്വൽ പ്ലാനും എന്ത് ചെയ്തു, ഫെയിലായി എന്നുള്ളതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് മറാത്ത, തേർഡ് ക്വസ്റ്റ്യൻ ആണ്. Which Maratha leader came for rescue during the first Anglo-Maratha War in 1780 when the British decided to invade Malwa? So, ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയം 1780 ബ്രിട്ടീഷ് മൽവ ഇൻവേഡ് ചെയ്യാൻ വരുന്ന സമയത്ത് ഏത് മറാത്ത ലീഡറാണ് മറാത്താസിനെ പ്രൊട്ടക്ട് ചെയ്തത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ മഹാജി സിന്ധ്യ, ഓപ്ഷൻ ബി ദൗലത് റാവു സിന്ധ്യ, ഓപ്ഷൻ സി യശ്വന്ത് റാവു ഹോൾക്കർ, ഓപ്ഷൻ ഡി മൽഹർ റാവു ഹോൾക്കർ. ആരാണ് കറക്റ്റ് ആൻസർ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് അറിയോ? ഓപ്ഷൻ എ മഹാജി സിന്ധ്യ എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അദ്ദേഹമാണ് മറാത്താസിനെ ആ ഒരു ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറിൽ മറാത്താസിനെ ലീഡ് ചെയ്തതും മറാത്താസിനെ ബ്രിട്ടീഷ് ഇൻവേഷനിൽ പ്രൊട്ടക്ട് ചെയ്തതും അതുപോലെ തന്നെ ഇംഗ്ലീഷിനെ പരാജയപ്പെടുത്താനുള്ള എല്ലാ തന്ത്രങ്ങളും മറാത്ത ആർമിക്ക് പയറ്റി കൊടുത്തതും ഒക്കെ മഹാജി സിന്ധ്യയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ അല്ലെങ്കിൽ ആംഗ്ലോ മറാത്ത വാറിലേക്കുള്ള പറ്റി പറയാം. ശരിക്കും എന്താണ് ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ മാധവറാവു എന്നുള്ള ഒരു പേഷ്വയുണ്ട്. ഓക്കെ, സോ അദ്ദേഹം 1772 മരണപ്പെടുന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ബ്രദർ ആയിരുന്ന നാരായൺ റാവു അഞ്ചാമത്തെ പേഷ്വയായിട്ട് മറാത്താസിലെ അഞ്ചാമത്തെ പേഷ്വയായിട്ട് വരുന്നു എന്നുള്ളതാണ്. പക്ഷെ നാരായൺ റാവുവിന്റെ ഒരു അങ്കിൾ ഉണ്ട്, രഘുനാഥ് റാവു. രഘുനാഥ് റാവു എന്ത് ചെയ്യുന്നു, ഈ നാരായൺ റാവുവിനെ വധിച്ചിട്ട് രഘുനാഥ് റാവു സ്വയം പേഷ്വായിട്ട് അധികാരത്തിൽ വരുന്നു. ഓക്കെ, ശരിക്കും ആ ഒരു ലീഗൽ ഹെയർ അല്ല, നിയമപരമായിട്ടുള്ള പേഷ്വാനുള്ള അവകാശം ആർക്കും ഉണ്ടായിരുന്നില്ല, രഘുനാഥ് റാവുവിന് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ആ ഒരു അധികാര മോഹം കാരണം അദ്ദേഹം തന്റെ നെഫ്യൂ ആയിട്ടുള്ള നാരായൺ റാവുവിനെ കൊല്ലുകയും സ്വയം പേഷ്വയായിട്ട് അധികാരമേൽക്കുകയും ചെയ്തു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞു കൊല്ലപ്പെട്ടുപോയ നാരായൺ റാവുവിന്റെ ഭാര്യ ഗംഗാബായിക്ക് നാരായൺ റാവുവിലുണ്ടായ ഒരു മകൻ പിറക്കുകയാണ്. സോ ഒരു പോസ്റ്റ് ഹ്യൂമൻ സൺ ഓഫ് നാരായൺ റാവു, തന്റെ മരണശേഷം തനിക്ക് പിറന്ന ഒരു കുഞ്ഞ് അവിടെ വരികയാണ്. ആൻഡ് അതെന്തായിരുന്നു, അതൊരു ആൺകുട്ടിയായിരുന്നു. അപ്പൊ ഓഫ് കോഴ്സ് എന്തേ, ലീഗൽ ഹെയർ അവിടെ വന്നു. നാരായൺ റാവുവിന് ശേഷം പിന്നീട് ആര് മറാത്താസിന്റെ പേഷ്വ ആവണം ചോദിക്കുകയാണെങ്കിൽ നാരായൺ റാവുവിന്റെ മകനാവണം എന്നുള്ള ഒരു ചർച്ച മറാത്താസിന്റെ ഇടയിൽ വരികയും അവരെന്ത് ചെയ്തു, വളരെ ചെറിയ പ്രായമുള്ള ഏകദേശം ഒരു 40 ദിവസം മാത്രം പ്രായമുള്ള ഈ നാരായൺ റാവുവിന്റെ മകനെ എന്ത് ചെയ്തു, പുതിയ പേഷ്വായിട്ട് അവിടെ മറാത്താസിന്റെ അന്നൊരു എക്സിക്യൂട്ടീവ് കൗൺസിലൊക്കെ ഉണ്ട്, 12ഓളം മറാത്ത ചീഫ്സ് ഉള്ള ഭരാബി കൗൺസിൽ. ഈ ഭരാബി കൗൺസിലിന്റെ നേതൃത്വത്തിൽ ഈ ചെറിയ കുട്ടിയെ പേഷ്വായിട്ട് വെക്കുകയും രഘുനാഥ് റാവുവിനെ എന്ത് ചെയ്തു, ആ ഒരു സ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തു. സോ എന്താണ്, രഘുനാഥ് റാവു ആണെങ്കിൽ തന്റെ നെഫ്യൂയൊക്കെ കൊന്നു, നാരായണ റാവുവിനെ കൊന്നു. എന്തിനു വേണ്ടി, പേഷ്വ എന്നുള്ള അധികാരം കിട്ടാൻ വേണ്ടി. ബട്ട് എന്ത് സംഭവിച്ചു, ആ ഒരു അധികാരം തനിക്ക് കിട്ടിയതുമില്ല. അപ്പോ ഈ രഘുനാഥ് റാവു എന്ത് ചെയ്തു, ഈ ബറാബി കൗൺസിലിനോട് പിടിച്ചു നിൽക്കാനുള്ള കൽപ്പ് അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് തന്നെ അറിയാം. നാനാ ഫഡ്നവിസും മഹാജി സിന്ധ്യ പോലെയുള്ള പവർഫുൾ ആയിട്ടുള്ള മറാത്ത ലീഡേഴ്സ് ആയിരുന്നു ഈ ബറാബി കൗൺസിലിൽ ഉണ്ടായിരുന്നത്. സോ ഇദ്ദേഹം രഘുനാഥ് റാവു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം ചോദിച്ചു. ഓക്കെ, സോ അങ്ങനെ അദ്ദേഹത്തിന് തന്റെ പൊസിഷൻ ഒരു വിധത്തിലും തനിക്ക് ആ പേഷ്വ എന്നുള്ള അധികാരം അത് ഒരു തരത്തിലും അത് കളയാൻ അദ്ദേഹം റെഡി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സഹായം ചോദിക്കുകയും അവിടെ ട്രീറ്റി ഓഫ് സൂറത്തും ട്രീറ്റി ഓഫ് പുരന്തറും സൈൻ ചെയ്തു. ഓക്കെ, അങ്ങനെ ട്രീറ്റി ഓഫ് സൂറത്ത് ആദ്യം 1775 സൈൻ ചെയ്യാണ്. ട്രീറ്റി ഓഫ് സൂറത്താണ് സൈൻ ചെയ്യുന്നത് കേട്ടോ 1775. ഈ ട്രീറ്റ് പ്രകാരം എന്ത് പറയുന്നു, തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി താൻ പേഷ്വ ആവുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ബോംബെ തരും എന്നുള്ളതായിരുന്നു. ചില ടെറിട്ടറീസ്, ബോംബെ അല്ല, എക്സാക്ട് പറയുകയാണെങ്കിൽ സാൽസറ്റും ബസേനും കേട്ടോ, സാൽസറ്റും ബസേനും ഒക്കെ തരാം എന്നുള്ളതായിരുന്നു രഘുനാഥ് റാവു ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്ത ഓഫർ എന്നുള്ളത്. ഓക്കെ, സോ അണ്ടർ ദ ട്രീറ്റി ഓഫ് സൂറത്ത് കേട്ടോ, ട്രീറ്റി ഓഫ് സൂറത്ത് 1775 പ്രകാരം രഘുനാഥ് റാവു ceded the territories of Salsette and Bassein to the English along with a portion of revenues from Surat and Bharuch district. അപ്പം സാൽസറ്റും ബസേനും കംപ്ലീറ്റ് ആയിട്ട് ഇംഗ്ലീഷുകാർക്ക് കൊടുത്തു. അതുകൂടാതെ സൂറത്തിന്റെയും സൂറത്ത് എന്നൊക്കെ പറയുന്നത് അന്നത്തെ റിച്ച് പ്രൊവിൻസ് ആണ്. ഈ സൂറത്തിന്റെയും ഭറൂച്ച് ഡിസ്ട്രിക്റ്റിലേക്ക് റവന്യൂവിന്റെ ഒരു പോർഷനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇതിന് പകരമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രഘുനാഥ് റാവുവിന് 2500ഓളം യൂറോപ്യൻ സോൾജേഴ്സിനെ കൊടുത്തു.
പക്ഷേ ഈ ഒരു ട്രീറ്റി ഓഫ് സൂറത്ത് 1775 ആര് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല? ബ്രിട്ടീഷ് കൽക്കട്ട കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് സൗത്തിൽ ബോംബെയിൽ വെച്ച് സൂറത്തിൽ വെച്ച് നടന്ന ട്രീറ്റിയാണ്. ഇതിനെ ബ്രിട്ടീഷ് കൽക്കട്ട കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു ട്രീറ്റി. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ട്രീറ്റി ഓഫ് സൂറത്തിനെ എതിർക്കുകയും കേണൽ അപ്റ്റന്റെ നേതൃത്വത്തിൽ പൂനെയിലേക്ക് ഒരു കമ്മീഷൻ, ഒരു ആർമി അയക്കുകയും ഈ ഒരു ട്രീറ്റി ഓഫ് സൂറത്ത് അനുൽമെന്റ് ചെയ്യണം അഥവാ പിൻവലിക്കണം എന്നുള്ളതും അങ്ങനെ ഒരു പുതിയ ട്രീറ്റി സൈൻ ചെയ്യണം എന്നുള്ളതുമായിരുന്നു ബ്രിട്ടീഷ് കൽക്കട്ട കൗൺസിലിന്റെ ഡിമാൻഡ് എന്നുള്ളത്. അങ്ങനെ കേണൽ അപ്റ്റന്റെ നേതൃത്വത്തിൽ ബോംബെയിലേക്ക് സൂറത്തിലേക്ക് പുതിയൊരു ടീം വരികയും അവരെന്ത് ചെയ്തു? ട്രീറ്റി ഓഫ് സൂറത്ത് 1775 ക്യാൻസൽ ചെയ്തു. എന്ത് ചെയ്തു? പുതിയൊരു ട്രീറ്റി സൈൻ ചെയ്തു, ട്രീറ്റി ഓഫ് പുരന്തർ എന്നുള്ളത്. അപ്പൊ അതിലെന്ത് പറഞ്ഞു? രഘുനാഥ് റാവുവിനോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഇനി പേഷ്വ ആവാൻ നിൽക്കണ്ട, നിങ്ങളൊരു റീസെന്റ് ആയിട്ട് അവിടെ റിട്ടയർമെന്റ് ലൈഫ് പോലെ നിന്നോളൂ, നിങ്ങൾക്ക് ആര് പെൻഷൻ തരാം, ബ്രിട്ടീഷ് ഗവൺമെന്റ് നിങ്ങൾക്ക് പെൻഷൻ തരാം എന്നുള്ളതായിരുന്നു. അതോ പിൽക്കാലത്ത് എന്ത് ചെയ്തു? രഘുനാഥ് റാവുവിനെ പേഷ്വ ആക്കാം എന്നുള്ള ആ ഒരു ക്ലോസിനെ ഈ ബ്രിട്ടീഷുകാർ പിന്നീട് പിൻവലിച്ചു, അവര് റെഫ്യൂസ് ചെയ്തു. ഓക്കെ, പിന്നെ 1777 നാനാ ഫട്നവിസ് വയലേറ്റഡ് ഹിസ് ട്രീറ്റി വിത്ത് കൽക്കട്ട കൗൺസിൽ ബൈ ഗ്രാൻഡിംഗ് ദ ഫ്രഞ്ച് എയർപോർട്ട് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ്. അപ്പൊ ഈ ട്രീറ്റി ഓഫ് പുരന്തർ 1776 പ്രകാരം ഇങ്ങനെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. മറാത്താസിലെ ആരും അല്ലെങ്കിൽ മറാത്താസ് എന്ത് ചെയ്യരുത്? ബ്രിട്ടീഷ് അല്ലാത്ത മറ്റൊരു യൂറോപ്യൻ പവറിന്റെ സഹായം ചോദിക്കരുത്, അവരുമായിട്ട് യാതൊരു അലയൻസ്, ഇൻ കേസ് ഫ്രഞ്ചോ ഡച്ചോ പോർച്ചുഗലോ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു തരത്തിലുള്ള അലയൻസും ഉണ്ടാവരുത് എന്നൊരു ക്ലോസ് ട്രീറ്റി ഓഫ് പുരന്തറിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ഒരു ക്ലോസ് നാനാ ഫഡ്നവിസ് വയലേറ്റ് ചെയ്തു. അദ്ദേഹം ഫ്രഞ്ചുകാർക്ക് അവരുടെ മറാത്താസിന്റെ വെസ്റ്റ് കോസ്റ്റിൽ ഒരു പോർട്ട് ഉണ്ടാക്കാനുള്ള അനുമതി ചെയ്തു കൊടുത്തു. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷ് എന്ത് ചെയ്തു? ഇതിനെ എതിർത്തു. ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു? പൂനെയിലേക്ക് ഒരു ഫോഴ്സിനെ അയച്ചു. അങ്ങനെയാണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ എത്തിയിട്ടുള്ളത്. ഇപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ, അല്ലെങ്കിൽ മറാത്താസ് ഈ ബ്രിട്ടന്റെ മടയിലേക്ക് അങ്ങോട്ട് പോയി ചെന്നതാണ് രഘുനാഥ റാവു. ഓക്കെ, അദ്ദേഹത്തിന്റെ അധികാരമോഹമാണ് അദ്ദേഹത്തെ അങ്ങോട്ട് ചെന്ന് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സൂറത്തും സാൻസെറ്റും ബസേനൊക്കെ തരാമെന്നുള്ള ആ ഒരു കണ്ടീഷനിലേക്ക് എത്തിച്ചെന്നത്. എനിവേ ഇത് യുദ്ധത്തിലേക്ക് എത്തി. യുദ്ധത്തിൽ വെച്ചു ഇംഗ്ലീഷും മറാത്താസും പൂനെയിൽ വെച്ച് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ നടക്കുകയാണ്. മറാത്താസിന് ലാർജ് നമ്പർ ഓഫ് സോൾജിയേഴ്സ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷുകാരെക്കാൾ കൂടുതൽ. പക്ഷെ ഇംഗ്ലീഷിനാണ് എന്തുള്ളത്? ആ ഒരു യൂറോപ്യൻ വാർ ടെക്നോളജീസും സുപ്പീരിയർ ആംസും സുപ്പീരിയർ അമ്യൂണിഷൻസും കാനോൺസും ഒക്കെ ആർക്കുണ്ട്? യൂറോപ്യൻസിന് ഉണ്ടായിരുന്നു. പക്ഷെ മറാത്താസിന് എന്തുണ്ട്? ഭയങ്കര ബ്രില്യന്റ് ജനറൽ ആയിരുന്ന മഹാജി സ്കിന്ധ്യ എന്ന് പറയുന്ന മറാത്താസിന്റെ കമാൻഡർ ഉണ്ട്. ഓക്കെ, സോ ഹൗവർ ദ മറാത്ത ആർമി വാസ് കമാൻഡഡ് ബൈ എ ബ്രില്യന്റ് ജനറൽ നെയ്മഡ് മഹാജി സിന്ധ്യ. അപ്പൊ എന്ത് ചെയ്തു? മഹാജി ലൂഡ് ദ ഇംഗ്ലീഷ് ആർമി ഇൻ ദ ഖേർഡ്സ് നിയർ തെലാഗൺ ആൻഡ് ട്രാപ്ഡ് ദ ഇംഗ്ലീഷ് ഫ്രം ഓൾ സൈഡ്സ് ആൻഡ് അറ്റാക്ഡ് ദ ഇംഗ്ലീഷ് സപ്ലൈ ബേസ് അറ്റ് ഖൊബാലി. അപ്പൊ അദ്ദേഹത്തിന്റെ യുദ്ധതന്ത്രങ്ങളാണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറിൽ മറാത്താസിനെ സഹായിച്ചിട്ടുള്ളത്. അപ്പം മുഴുവൻ മലനിരകളിൽ നിന്നും ഇംഗ്ലീഷുകാരെ ലോക്ക് ചെയ്തു അവിടെ. പിന്നീട് ഇംഗ്ലീഷിന്റെ ഈ ഒരു മിലിറ്ററി ബേസ് ആയിട്ടുള്ള ഖൊബാലിയെ അവർ അറ്റാക്ക് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ അവർ വേറെ രീതിയിലും ഈ ഒരു അറ്റാക്ക് ഇവരെ ലോക്ക് ചെയ്തല്ലോ, ഇംഗ്ലീഷുകാരെ മുഴുവൻ ലോക്ക് ചെയ്തു. പിന്നീട് ചെയ്തതെന്ന് വെച്ചാൽ അവിടത്തേക്കുള്ള വെള്ളങ്ങൾ മുഴുവൻ പോയിസണൈസ് ചെയ്തു എന്നുള്ളതാണ്. അവിടുത്തെ കിണറുകൾ മുഴുവൻ എന്ത് ചെയ്തു? വിഷാംശം നിറച്ചു എന്നുള്ളതാണ്. ഓക്കെ, ഒരു ദേ ഓൾസോ യൂട്ടിലൈസ്ഡ് സ്കോച്ച്ഡ് എർത്ത് പോളിസി ബേണിംഗ് ഫാം ലാൻഡ് ആൻഡ് പോയിസണിങ് വെൽസ്. അങ്ങനെ കംപ്ലീറ്റ്ലി ഫാം ലാൻഡ്സ് ഒക്കെ കത്തിച്ച് അവർ മൊത്തം ഒരു പുകയൊക്കെ ഉണ്ടാക്കി ഇംഗ്ലീഷുകാരെ സംബന്ധിച്ച് അവിടെ സർവൈവ് ചെയ്യാൻ പറ്റില്ല എന്നൊരു കണ്ടീഷനിലേക്ക് എത്തിച്ചു. ഓക്കെ, സോ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ബിഗാൻ ടു വിഡ്രോ ടു തെലഗൺ. ദ മറാത്താസ് അറ്റാക്ഡ് ഫോഴ്സിംഗ് ടു ദം ടു ദ വില്ലേജസ് ഓഫ് വദ്ഗോൺ. ഹിയർ ദ ഇംഗ്ലീഷ് ആർമി വാസ് സറൗണ്ടഡ് ബൈ ഓൺ സൈഡ്സ് ബൈ ദ മറാത്താസ് ആൻഡ് കട്ട് ഓഫ് ഫ്രം ഫുഡ് ആൻഡ് വാട്ടർ സപ്ലൈസ്. അങ്ങനെ ഇംഗ്ലീഷുകാർ ഒരു മിഡ് ജാനുവരി 1799 ആകുമ്പോഴത്തേനെ സറണ്ടർ ചെയ്തു. പിന്നെ ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാറിന് ശേഷം ഒരു ട്രീറ്റി ഓഫ് വദ്ഗോൺ സൈൻ ചെയ്തു. ഓക്കെ, ദാറ്റ് ഫോഴ്സസ് ദ ബോംബെ ഗവൺമെന്റ് ടു റിലിംഗ്വിഷ് ദ ഇംഗ്ലീഷ് ആൻഡ് ദ മറാത്ത ആർമീസ് മെറ്റ് ഓൺ ദ ഔട്ട്സ്കേർട്സ് ഓഫ് പുണെ. ഇതാണ് ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ എന്നുള്ളത്. ഓക്കെ, സോ അത് റിപ്പീറ്റേഷൻ വരുന്നതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. Which historian wrote following about the revolt of 1857? സോ 1857 റിവോൾട്ടിനെ പറ്റി താഴെ പറയുന്ന രീതിയിൽ പരാമർശിച്ച ചരിത്രകാരൻ ആരാണെന്നുള്ളതാണ്. ദ മിസറീസ് ആൻഡ് ദ ബ്ലഡ് ഷെഡ് ഓഫ് 1857-58 were not the birth pang of the freedom movement in India, but the dying grounds of an absolute autocracy and centrifugal feudalism of the medieval age. സോ വളരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ?
എന്താണ് പറയുന്നത്? ഇന്ത്യയിൽ 1857 1858 കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റിവോൾട്ട് എന്നുള്ളത് അതൊരിക്കലും ഇന്ത്യയിലെ ഫ്രീഡം മൂവ്മെന്റിന്റെ തുടക്കമല്ല, അതൊരു ബർത്ത് അല്ല. മറിച്ച് അതെന്താണ്? അത് അവസാനത്തെ വിലാപമാണ്. ആരുടെ വിലാപം? ഇന്ത്യയിലെ ഫ്യൂഡലിസം ഒക്കെ തകരുന്നതിന്റെയും ഒബ്സൊല്യൂട്ട് ഓട്ടോക്രസി ഒക്കെ തകരുന്നതിന്റെ ഒക്കെ മിഡിവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ഫ്യൂഡലിസം ഒക്കെ തകരുന്നതിന്റെ ആ ഒരു മരണവിലാപമാണ് 1857 ഉണ്ടായത് എന്നുള്ളത്. അപ്പൊ ഷോർട്ട്ലി ഇതാണ് പറഞ്ഞത്, 1857 റിവോൾട്ട് എന്നുള്ളത് ഫ്യൂഡലിസം ഒക്കെ ഉണ്ടാവാൻ വേണ്ടി നടന്ന ഒരു ബാക്ക്വേർഡ് മൂവ്മെന്റ് ആയിരുന്നു എന്നുള്ളതാണ് ഈ ഒരു അഭിപ്രായം. അപ്പൊ ഈ ഒരു അഭിപ്രായം മുന്നോട്ട് വെച്ചത് ആരാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആർ സി മജുംദാർ, ഓപ്ഷൻ ബി എസ് പി ചൗധരി, ഓപ്ഷൻ സി കെ കെ ദത്ത, ഓപ്ഷൻ ഡി എസ് എൻ സെൻ. ഓക്കെ, സോ യു ഗൈസ് തിങ്ക്. ഐ വിൽ ഗിവ് യു 30 seconds. ഓക്കെ, സോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ആരുടെ സ്റ്റേറ്റ്മെന്റ് ആണ്? ആർ സി മജുംദാറിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ എ ആണ്. എന്ത് ചെയ്യാം? നാച്ചർ ഓഫ് 1857 റിവോൾട്ടിലേക്ക് പോവാം. അപ്പൊ ഓരോ ഹിസ്റ്റോറിയനും എന്താണ് 1857 റിവോൾട്ടിനെ ഏത് രീതിയിലാണ് നോക്കിക്കണ്ടത് എന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഹിസ്റ്റോറിയൻസ് ഹാവ് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഓൺ ദ നാച്ചർ ഓഫ് ദ റിവോൾട്ട് ഓഫ് 1857. അപ്പൊ മെയിൻലി ബ്രിട്ടീഷ് ഹിസ്റ്റോറിയൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ സിപ്പോയി മ്യൂട്ടണി എന്നുള്ള രീതിയിലായിരുന്നു ഈ ഒരു റിവോൾട്ടിനെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. സിപ്പോയി മ്യൂട്ടണി മെയിൻലി ദ ബ്രിട്ടീഷ് യൂസ് ദിസ് ടൈറ്റിൽ ടു റെഡ്യൂസ് ഇറ്റ് എ റിവോൾട്ട് എമംഗ് സോൾജേഴ്സ്. വെറും സോൾജേഴ്സിന്റെ ഇടയിൽ മാത്രം ഉണ്ടായിരുന്ന ഒരു റിവോൾട്ട് ആയിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ കൂടുതലായിട്ടും ഈ ഒരു 1857 റിവോൾട്ടിനെ സിപ്പോയി മ്യൂട്ടണി എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നാഷണലിസ്റ്റിക് ഹിസ്റ്റോറിയൻ അല്ലെങ്കിൽ വി ഡി സവർക്കറിനെ പോലെയുള്ള നാഷണലിസ്റ്റുകളെ സംബന്ധിച്ച് 1857 റിവോൾട്ട് എന്നുള്ളത് അതൊരു വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന് വേണ്ടി നടന്ന യുദ്ധം എന്നുള്ളതാണ്. സിൻസ് ഇറ്റ് ക്രിയേറ്റഡ് ഡിസ്കണ്ടന്റ് എഗനിസ്റ്റ് ഫോറിൻ റൂൾ. കാരണം 1857 റിവോൾട്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിന് എതിർപ്പ്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഒരു ജനാഭിപ്രായം, ഒരു കളക്റ്റീവ് പബ്ലിക് ഒപ്പീനിയൻ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു വി ഡി സവർക്കറിനെ പോലെയുള്ള ആൾക്കാരുടെ അഭിപ്രായം. വി ഡി സവർക്കർ അതിനെ വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് എന്നുള്ളതാണ്. അഥവാ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നുള്ളതായിരുന്നു 1857 റിവോൾട്ടിനെ വി ഡി സവർക്കറിനെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് വിശേഷിപ്പിച്ചുള്ളത്. പക്ഷെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് കൂടുതലായിട്ടും ഇതിനെ നോക്കി കണ്ടിട്ടുള്ളത് ഇറ്റ്സ് എ സോൾജിയർ പെസന്റ് സ്ട്രഗിൾ എഗനിസ്റ്റ് ഫ്യൂഡൽ ബോണ്ടേജ്. ദേ വ്യൂഡ് ഇന്ത്യൻ സോൾജിയേഴ്സ് ആസ് പെസന്റ്സ് ഇൻ യൂണിഫോം. ഓക്കെ, സോ ഇവരെന്താണ് ഇവിടെ നടന്നിട്ടുള്ളത്? ഒരു സോൾജിയർ പെസന്റ് സ്ട്രഗിൾ ആണ്. എന്തിനെതിരെ? ഈ ഒരു ഫ്യൂഡലിസം ഒക്കെ അവിടെ നിന്ന് തകർന്നതിനെതിരെ, ഫ്യൂഡൽ ബോണ്ടേജിനെതിരെ നടന്ന ഒരു സോൾജിയർ പെസന്റ് സ്ട്രഗിൾ ആയിരുന്നു എന്നുള്ളതാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത്. ഇനി ടി ആർ ഹോംസ് ഡിഫൈൻഡ് ഇറ്റ് ആസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ സിവിലൈസേഷൻ ആൻഡ് ബാർബറിസം. അപ്പൊ ടി ആർ ഹോംസ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് സിവിലൈസേഷൻ മീൻസ് യൂറോപ്യൻസ്, സിവിലൈസ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻസും അപരിഷ്കൃതരായിട്ടുള്ള ബാർബേറിയൻസ് ആയിട്ടുള്ള ഇന്ത്യക്കാരും തമ്മിൽ നടന്ന ഒരു കോൺഫ്ലിക്റ്റ് ആണ് 1857 റിവോൾട്ട് എന്നുള്ളതായിരുന്നു ടി ആർ ഹോംസിന്റെ അഭിപ്രായം. ഓക്കെ, എലിയ റീസ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇറ്റ് വാസ് എ വാർ ഓഫ് ഫനറ്റിക് റിലീജിയനിസ്റ്റസ് എഗനിസ്റ്റ് ക്രിസ്ത്യാനിറ്റി. അപ്പൊ ഹിന്ദുസത്തിലെ ഈ ഒരു ഫനറ്റിക് റിലീജിയനിസ്റ്റസുകൾ ക്രിസ്ത്യാനിറ്റിക്കെതിരെ നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു യുദ്ധമാണ് 1857 റിവോൾട്ട് എന്നുള്ളതാണ് എലിയ റീസിന്റെ അഭിപ്രായം. ഇനി ആർ സി മജുംദാർ അതിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ഇറ്റ് വാസ് നൈദർ ഫസ്റ്റ് നോർ നാഷണൽ നോർ എ വാർ ഓഫ് ഇൻഡിപെൻഡൻസും. അപ്പം പി ഡി സവർക്കറിന്റെ അഭിപ്രായത്തിനോട് ഒരു എന്താണ് എതിർപ്പാണ് ആർ സി മജുംദാറിന്റെ അഭിപ്രായം. അദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുള്ളത്? അത് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരമല്ല, അത് ഒരു സ്വാതന്ത്ര്യ സമരം തന്നെയല്ല, പിന്നെന്തല്ല, അതൊരു ദേശീയത എന്നുള്ള ഒരു നാച്ചർ ഈ ഒരു 1857 റിവോൾട്ടിന് ക്ലെയിം ചെയ്യാനില്ല എന്നുള്ളതാണ് ആർ സി മജുംദാർ പോലെയുള്ള ഹിസ്റ്റോറിയൻസിന്റെ അഭിപ്രായം. ഓക്കെ, ഡോക്ടർ എസ് എൻ സെൻ പറയുന്നത് വാട്ട് ബിഗാൻ ആസ് എ ഫൈറ്റ് ഫോർ റിലീജൻ എൻഡഡ് ആസ് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. സോ തുടക്കത്തിൽ അതൊരു മതപരമായ പ്രശ്നമായിരുന്നു അല്ലെ. സിപ്പോയ്സിന്റെ ഇടയിൽ അത്രത്തോളം ആ ഒരു പ്രശ്നം വരാൻ കാരണം ഒന്ന്, അവരെ കടൽ കടക്കാൻ നിർബന്ധിപ്പിക്കുന്നു. സോ ആ ഒരു കാലഘട്ടത്തിലെ ഹിന്ദു വിശ്വാസ പ്രകാരം കടൽ കടന്നാൽ ജാതി നഷ്ടപ്പെടുമെന്നുണ്ട്. നെക്സ്റ്റ് എന്നുള്ളത് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പുതിയ ഗ്രീസഡ് കാറ്ററിഡ്ജ് ആണ്. ഈ ഗ്രീസഡ് കാറ്ററിഡ്ജ് അത് ലോഡ് ചെയ്യുന്നതിന് മുന്നേ അത് എന്ത് ചെയ്യണം? ബൈറ്റ് ചെയ്ത് കടിച്ച് അതിന്റെ ഒരു നീക്കാനുണ്ട്. സോ ആ ഒരു ഗ്രീസ് എന്നുള്ളത് അത് പന്നിയുടെയും പശുവിന്റെയും നെയ്യാണെന്നുള്ള ഒരു വിശ്വാസം. സോ ഒരുപാട് മതപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. പക്ഷെ പിന്നീട് അത് എന്തായിട്ട് മാറിയിട്ടുണ്ട്? പിന്നെ അതിനതൊരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു നാച്ചർ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ എസ് എൻ സെന്നിന്റെ അഭിപ്രായം എന്നുള്ളത്. ഓക്കെ, ബെഞ്ചമിൻ ഡിസ്രായേലി കമന്റ്സ് 1857 റിവോൾട്ട് ആസ് എ നാഷണൽ റൈസിംഗ്. സോ അന്നത്തെ കാലഘട്ടത്തിലെ ഈ ബ്രിട്ടനിലെ ഓപ്പോസിഷൻ ലീഡർ ആയിരുന്നു ബ്രിട്ടനിലെ
എതിർവിഭാഗത്തിന്റെ ലീഡറായിരുന്നു ബെഞ്ചമിൻ ഡിസ്രായേലി എന്നുള്ളത്. സോ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ഇവര് കൊളോണൈസ്ഡ് കൺട്രീസിലുള്ള സമരങ്ങളെ അവര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. അങ്ങനെ സംസാരിച്ചതാണ് എ നാഷണൽ റൈസിംഗ് എന്നുള്ളത്. ഇനി സ്റ്റാൻലി വോൾബർട്ട് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത് ഇറ്റ് വാസ് ഫാർ മോർ ദാൻ എ മ്യൂട്ടണി യെറ്റ് മച്ച് ലെസ് ദാൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. നമുക്ക് വെറുതെ അതിനൊരു മ്യൂട്ടണി എന്നല്ലെങ്കിൽ വെറുതെ ശിപ്പായിമാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രശ്നം എന്നുള്ളതിനെ അങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയില്ല, അതിനേക്കാൾ കൂടുതലാണ്. പക്ഷെ അത് എന്തിലേക്ക് എത്തിയിട്ടില്ല, ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ ഒരു നാച്ചുറലിലേക്ക് 1857 റിവോൾട്ട് എത്തിയിട്ടില്ല എന്നുള്ളതായിരുന്നു പ്രൊഫസർ സ്റ്റാൻലി വോൾപോർട്ടിന്റെ അഭിപ്രായം. സോ അതിന്റെ ഇടയിലാണ് ഈ ഒരു 1857 റിവോൾട്ടിന് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ജവഹർലാൽ നെഹ്റു അതിനെ ഒരു ഫ്യൂഡലിസം മൂവ്മെന്റ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇറ്റ് വാസ് എ ഫ്യൂഡൽ ഔട്ട്ബസ്റ്റ്. ഫ്യൂഡലിസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫ്യൂഡൽ ചീഫ്സുകളും അവരെ ഫോളോവേഴ്സും നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു ഒരു പ്രക്ഷോഭം മാത്രമാണ് 1857 റിവോൾട്ട് എന്നാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അഭിപ്രായം. So according to Jawaharlal Nehru, essentially it was a feudal outburst by feudal chiefs and their followers and aided by the widespread anti-foreign sentiment. M.N. Roy, revolt was a last-ditch stand of feudalism against commercial capitalism. ഇതിൽ കൊമേഴ്ഷ്യൽ ക്യാപിറ്റലിസം വരുന്നു, അതിനെതിരെ ഫ്യൂഡലിസ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അവരുടെ അവസാനത്തെ പ്രതിരോധമായിരുന്നു 1857 റിവോൾട്ട് എന്നുള്ളതാണ് M.N. റോയിയുടെ അഭിപ്രായം. ഓക്കെ, ഇനി സർ ജോൺ സീലി, a wholly unpatriotic and selfish sepoy mutiny with no native leadership and no popular support. ഇനി പെർസിവൽ സ്പിയറിന്റെ അഭിപ്രായത്തിൽ ദ പാഷൻസ് ഓഫ് ദ മ്യൂട്ടനീസ് വർ സെന്റേഡ് ഓൺ ദർ ഗ്രീവിയൻസസ് നോട്ട് ഓൺ ലാർജ് ഐഡിയൽസ്. അപ്പൊ ഇത് ഭയങ്കര കറക്റ്റ് ആണ്. 1857 റിവോർട്ടിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്ന ഓരോരോ പ്രിൻസിലി സ്റ്റേറ്റ്സ് എടുക്കുകയാണെങ്കിൽ ആ ഓരോ പ്രിൻസിലി സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഒരിക്കലും ഒരു നാഷണൽ പ്രശ്നത്തിന് വേണ്ടിയിരുന്നത്. ഇപ്പം ബീഗം ഹസ്രത്ത് മഹൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ബിർജിസ് ഖാദിറിനെ ലക്നൌവിന്റെ അധികാരിയാക്കണം എന്നുള്ളതായിരുന്നു. റാണി ലക്ഷ്മിബായിക്ക് അവരുടെ അഡോപ്റ്റഡ് സണ്ണിനെ അവിടുത്തെ അധികാരിയാക്കണം എന്നുള്ള ഗ്രീവൻസ് ആയിരുന്നു. ഇങ്ങനെ എല്ലാവർക്കും എന്തിട്ടുണ്ട്, അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ് ഭാഗമായിട്ടുള്ളത്. പ്രശ്നങ്ങളില്ലാത്ത പ്രിൻസ്ലി സ്റ്റേറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, 1857 റിവോൾട്ടിൽ ബ്രിട്ടീഷിനെ സപ്പോർട്ട് ചെയ്തു. സോ ഇവിടെ ഒരു ഓൾ ഇന്ത്യ ക്യാരക്ടറോ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റോ അല്ലെങ്കിൽ ഒരു നാഷണലിസം പാട്രിയോട്ടിസം എന്നുള്ള ഒരു സെന്റിമെന്റ്സോ ഒന്നും എവിടെ ഉണ്ടായിരുന്നില്ല, 1857 റിവോൾട്ടിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒട്ടുമിക്ക ഹിസ്റ്റോറിയൻസിന്റെയും അഭിപ്രായം. ഓക്കെ, ഡോക്ടർ കെ ദത്ത അദ്ദേഹത്തിന്റെ അഭിപ്രായം 1857 revolt has been the main a military outbreak. അത് ഒരു പ്രധാനപ്പെട്ട ആദ്യം അതിന്റെ തുടക്ക കാലഘട്ടത്തിൽ അതൊരു മിലിറ്ററി ഔട്ട്ബ്രേക്ക് ആയിരുന്നു, വിച്ച് വാസ് ടേക്കൻ അഡ്വാൻറ്റേജ് ഓഫ് ബൈ സർട്ടൻ ഡിസ്കണ്ടന്റഡ് പ്രിൻസസ് ആൻഡ് ലാൻഡ് ലോർഡ്സ്. സോ ഈ ഒരു ഔട്ട്ബ്രേക്കിന്റെ ഈ ഒരു അഡ്വാൻറ്റേജ്, ഇതിന്റെ ഒരു ഔട്ട്ബ്രേക്കിന്റെ അഡ്വാൻറ്റേജ് ആരെടുത്തു? ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് കാരണം അവരുടെയൊക്കെ അധികാരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്ന കുറച്ച് ഡിസ്കണ്ടന്റഡ് പ്രിൻസസ് ഉണ്ട്, പ്രിൻസ്ലി സ്റ്റേറ്റ്സിലെ പ്രിൻസസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ലാൻഡ് ലോർഡ്സും ഉണ്ട്. അവരെന്ത് ചെയ്തു, ഈ ഒരു മിലിറ്ററി ഔട്ട്ബ്രേക്കിന്റെ അഡ്വാൻറ്റേജ് എടുത്തു അല്ലെങ്കിൽ അത് മുതലെടുത്തു എന്നുള്ളതാണ് ഡോക്ടർ കെ ദത്തയുടെ അഭിപ്രായം. ഹൂസ് ഇൻട്രസ്റ്റ് ഹാഡ് ബീൻ അഫക്റ്റഡ് ബൈ ദ ന്യൂ പൊളിറ്റിക്കൽ ഓർഡർ. അപ്പൊ ഇവരുടെയൊക്കെ താല്പര്യങ്ങളെ ആരില്ലാതാക്കിയിട്ടുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇല്ലാതാക്കിയിട്ടുണ്ട്. ലൈക്ക് ഇവരുടെയൊക്കെ പ്രിൻസിലി സ്റ്റേറ്റ്സിനെ ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടേതാക്കി മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ കെ ദത്ത പറയണു 1857 റിവോൾട്ട് വാസ് നെവർ ആൻ ഓൾ ഇന്ത്യൻ ക്യാരക്ടർ. അതിലൊരിക്കലും ഒരു ഓൾ ഇന്ത്യൻ സമരം അല്ലെങ്കിൽ ഇന്ത്യൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ള രീതിയിൽ വിശേഷിപ്പിക്കാനില്ല. ബട്ട് ഇറ്റ് വാസ് ലോക്കലൈസ്ഡ്, റെസ്ട്രിക്റ്റഡ് ആൻഡ് പൂർലി ഓർഗനൈസ്ഡ്. ഓക്കെ, ഇനി താരാചന്ദിന്റെ അഭിപ്രായമുണ്ട് ഇറ്റ് ഹാസ് ടു ബി അഡ്മിറ്റഡ് ദാറ്റ് വാർ അഗൈൻസ്റ്റ് ദ ബ്രിട്ടീഷ് വാസ് നോട്ട് ഇൻസ്പയർഡ് ബൈ എനി സെന്റിമെന്റ് ഓഫ് നാഷണലിസം. 1857 റിവോൾട്ട് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത് അതൊരിക്കലും എന്തുകൊണ്ടല്ല, ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു ഫോറിൻ റോളിനെതിരെ ഉണ്ടായത് ഒരു സമരം അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു നാഷണലിസം സമരം എന്നുള്ള ഒരു നാഷണലിസം എന്നൊരു ഫീലിംഗ് കണ്ട് പുറത്തുണ്ടായതല്ല. ഫോർ 1857 ഇന്ത്യ വാസ് നോട്ട് എറ്റ് പൊളിറ്റിക്കലി നാഷണൽ. ആ ഒരു സമയത്ത് നാഷണലിസം എന്നൊരു ഐഡിയോളജി ഇന്ത്യക്കാർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, സോ 1857 റിവോൾട്ടിൽ ഹിന്ദുസും മുസ്ലിംസും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവർക്ക് രണ്ടുപേരുടെയും ലീഡേഴ്സിന്റെ ഒക്കെ ഇൻട്രസ്റ്റ് എന്തായിരുന്നു, മിയർലി അവരുടേതായിട്ടുള്ള പേഴ്സണൽ ഇൻട്രസ്റ്റുകളായിരുന്നു. ഒരു കോമൺ മദർലാൻഡിന്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ള ഒരു ലാൻഡിന്റെ ഇൻട്രസ്റ്റുകൾ അവിടെ സപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് താരാചന്ദിന്റെ അഭിപ്രായം. ഓക്കെ, സോ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. നെക്സ്റ്റ് എന്ത് ചെയ്യാം, വേറെ ആരുടെയെങ്കിലൊക്കെ വ്യൂ പോയിന്റ് ചോദിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഇൻട്രൊഡക്ഷൻ ഓഫ് ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. സോ താഴെ തന്നിരിക്കുന്നതിനെ ക്രോണോളജിക്കലി, അത് താഴെ തന്നിരിക്കുന്നത് മെയിൻ ആയിട്ടും
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഓരോരോ ആക്ടുകളിലായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഓരോരോ പ്രൊവിഷൻസ് ആണ് തന്നിട്ടുള്ളത്. സ്റ്റാർട്ടിങ് ഫ്രം റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 മുതൽ പിന്നീട് അങ്ങോട്ടേക്കുള്ള ആക്ട്സിൽ വന്നിട്ടുണ്ടായിരുന്ന പ്രൊവിഷൻസ്. സോ ഒരു ആക്ടിനനുസരിച്ച് അതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ടാസ്ക്. ഓക്കെ, സോ സ്റ്റേറ്റ്മെന്റ് എ, the number of additional members in the Governor General's Executive Council shall not less than 10 and not more than 16. സോ ഗവർണർ ജനറലിന്റെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്കുള്ള അഡീഷണൽ മെമ്പേഴ്സ് അതിൽ 10 കുറയാനും പാടില്ല, 16 കൂടാനും പാടില്ല എന്നുള്ള ഒരു പ്രൊവിഷൻ ഏത് ആക്ട് വഴിയാണ് വന്നത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇംഗ്ലീഷ് പാർലമെന്റ് റെക്കഗ്നൈസ് ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റി ഇൻ ദ കോളനി. ഏത് ആക്ട് പ്രകാരമാണ് ഇംഗ്ലീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യ എന്നുള്ളവരുടെ കോളനിയിലെ ഒരു സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ളത്? നെക്സ്റ്റ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് വാസ് ഇൻക്ലൂഡ് ആസ് എ മെമ്പർ ഓഫ് ദ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. സോ ഏതോ ഒരു ആക്ട് പ്രകാരം കൽക്കട്ടയിലെ ചീഫ് ജസ്റ്റിസ്, കൽക്കട്ട സുപ്രീം കോർട്ടിലെ ചീഫ് ജസ്റ്റിസിനെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിന്റെ മെമ്പർ ആക്കിയിട്ടുണ്ട്. അത് ഏത് ആക്ട് പ്രകാരമാണെന്നതാണ്. ദ ടൈറ്റിൽ ഓഫ് ദ എംബർ ഓഫ് ഇന്ത്യ വാസ് കൺഫേർഡ് ഓൺ ദ ക്വീൻ. പാർലമെന്റ് അസർട്ടഡ് ഇറ്റ്സ് അതോറിറ്റി ഓവർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സോ ഓരോരോ ആക്ട് പ്രകാരം അല്ലെങ്കിൽ ഓരോരോ പ്രൊവിഷനും ഏത് ആക്ട് പ്രകാരം വന്നതാണ് എന്നുള്ളത് അറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാം. ഓക്കെ, സോ ഐ വിൽ ഗിവ് യു 30 സെക്കൻഡ്സ്. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യൂ. ഓക്കെ, സോ ഇതിൽ ഓരോന്ന് എടുക്കുകയാണെങ്കിൽ തന്നിരിക്കുന്നതിൽ ആദ്യം വന്നത് ഫസ്റ്റ് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ അഫയേഴ്സിലേക്ക് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ പ്രവർത്തനങ്ങളിലേക്ക് ബ്രിട്ടീഷ് പാർലമെന്റ് ഇടപെട്ടു എന്നുള്ളതാണ്. അവരുടെ ആക്ടിവിറ്റീസിന്റെ മേൽ ബ്രിട്ടീഷ് പാർലമെന്റിന് ഒരു അതോറിറ്റി ഉണ്ട് എന്നുള്ളത് പറഞ്ഞു എന്നുള്ളതാണ്. സോ അത് വരുന്നതുള്ളത് ആദ്യത്തെ ആക്ടിൽ നിന്നാണ്. ഏതാണ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആക്ട്? അത് റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 ആണ്. സോ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773 പ്രകാരമാണ് the British Parliament asserted its authority over the activities of the East India Company എന്നുള്ളത്. സോ ഫസ്റ്റ് വിൽ ബി ഇ എന്നുള്ളതാണ് ആദ്യം വരിക. പിന്നെ സംഭവിച്ചതെന്നുള്ളത് ഇംഗ്ലീഷ് പാർലമെന്റ് റെക്കഗ്നൈസ് ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റി ഇൻ ദ കോളനി. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ എല്ലാ കൊമേഴ്ഷ്യൽ അഫയേഴ്സും അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മിയർലി ഒരു പൊളിറ്റിക്കൽ അതോറിറ്റി ആയിട്ട് കണ്ട ആക്ട് എന്നുള്ളത് അത് ചാർട്ടർ ആക്ട് ഓഫ് 1833 ആണ്. സോ രണ്ടാമത് വരിക സ്റ്റേറ്റ്മെന്റ് ബി ആണ്. ചാർട്ടർ ആക്ട് ഓഫ് 1833 പ്രകാരമാണ് ഇംഗ്ലീഷ് പാർലമെന്റ് റെക്കഗ്നൈസ് ചെയ്ത ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് ദ സോവറിൻ പൊളിറ്റിക്കൽ അതോറിറ്റി ഇൻ ഇന്ത്യ. ഓക്കെ, ഇനി ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ടിനെ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിലെ മെമ്പറാക്കി മാറ്റിയിട്ടുള്ളത് അത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് 1861 1861 വന്ന ഇന്ത്യൻ കൗൺസിൽസ് ആക്ടിലാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ദ സുപ്രീം കോർട്ട് വാസ് ഇൻക്ലൂഡഡ് ആസ് എ മെമ്പർ ഓഫ് ദ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നുള്ളത്. ഓക്കെ, പിന്നെ സംഭവിക്കുന്നത് ടൈറ്റിൽ ഓഫ് ദ എംബർ ഓഫ് ഇന്ത്യ വാസ് കൺഫേർഡ് ഓൺ ദ കിങ്. ക്വീൻ എന്തായി മാറി? എംബർ ഓഫ് ഇന്ത്യ എന്നുള്ള ടൈറ്റിൽ ക്വീന് കൊടുത്തു. അത് റോയൽ ടൈറ്റിൽസ് ആക്ട് 1876 സംഭവിക്കുന്നത്. ഓക്കെ, സോ അതിന് മുന്നേ ക്യൂൻ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ 1857 റിവോൾട്ടിന് ശേഷം ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത് റോയൽ ടൈറ്റിൽസ് ആക്ട് ഓഫ് 1876 പ്രകാരമാണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് അത് നമ്മുടെ മിന്റോ മോർലി റിഫോംസ് പ്രകാരമാണ് എന്താക്കിയിട്ടുള്ളത്? നമ്മുടെ ഗവർണർ ജനറലിന്റെ കൗൺസിലുള്ള മെമ്പേഴ്സ് ഏറ്റവും ചുരുങ്ങിയത് 16 പേരും ഏറ്റവും മാക്സിമം 16 ഏറ്റവും ചുരുങ്ങിയത് 10 ഉണ്ടാവണം എന്നുള്ള ഒരു ലിമിറ്റേഷൻ വന്നിട്ടുള്ളത് അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1909 വിച്ച് ഈസ് ഓൾസോ കോൾഡ് ആസ് മിന്റോ മോർലി റിഫോം. ഓക്കെ, സോ ഇതാണ് കറക്റ്റ് ഓർഡർ എന്നുള്ളത്. EBCDE എന്നുള്ളത് EBCDA എന്നുള്ളതാണ് കറക്റ്റ് ഓർഡർ. ഓക്കെ, ഓപ്ഷനായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു EABCD, BECDA, EBDCA, EBCDA. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, EBCDA എന്നുള്ളത്. ഓക്കെ, പറയുകയാണെങ്കിൽ പാർലമെന്റ് അസർട്ടഡ് ഇറ്റ്സ് അതോറിറ്റി ഓവർ ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇറ്റ് വാസ് എ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1773. English Parliament recognized the East India Company as a sovereign political authority in the colony. It was through Charter Act 1833. Chief Justice of the Supreme Court was included as a member of the Indian Legislative Council. അത് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് പ്രകാരമാണ്. ടൈറ്റിൽ ഓഫ് ദ എംബർ ഓഫ് ഇന്ത്യ വാസ് കൺഫേർഡ് ഓൺ ദ ക്വീൻ ത്രൂ റോയൽ ടൈറ്റിൽസ് ആക്ട് 1876. Number of additional members in the Governor General's Executive Council shall not be less than 10 and not more than 16. That act came through Indian Councils Act 1909, which is also known as Minto Morley Reforms. Next question. Arrange the following events in chronological order. Conquest of Sindh,
സെക്കൻഡ് ആംഗ്ലോ ബർമീസ് വാർ, അനക്സേഷൻ ഓഫ് അവധ്, സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ, അനക്സേഷൻ ഓഫ് കൂർഗ്. ഓക്കെ, സോ ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ ടൈപ്പ് ചോദ്യം. ആ യൂണിറ്റ് 7 ഈ ഒരു ബ്രിട്ടീഷ് എംപയറിന്റെ ഏർലിയസ്റ്റ് എക്സ്പാൻഷനും കൺസോളിഡേഷനും ഒക്കെ ബേസ് ചെയ്തിട്ട് നടന്ന യുദ്ധങ്ങളും ട്രീറ്റീസും ഒക്കെ എന്ത് ചെയ്യണം, ക്രൊണോളജിക്കലി തന്നെ അറിഞ്ഞിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഐ വിൽ ഗിവ് 30 seconds. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കും. ഏതാണ് കറക്റ്റ് ആൻസർ? കിട്ടിയോ? കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് ഉണ്ട്, സെക്കൻഡ് ആംഗ്ലോ ബർമീസ് വാർ, അനക്സേഷൻ ഓഫ് അവധ്, സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ, അനക്സേഷൻ ഓഫ് കൂർഗ്. കോൺക്വസ്റ്റ് ഓഫ് സിന്ധിന്റെ വർഷം ഏതാണ്? 1843 ആണ്. സെക്കൻഡ് ആംഗ്ലോ ബർമീസ് വാർ 1852. അനക്സേഷൻ ഓഫ് അവധ് 1856 ഫെബ്രുവരിയിലാണ്. സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ 1848 1849 കാലഘട്ടത്തിലാണ്. ഫസ്റ്റ് 1845-6 കാലഘട്ടത്തിലാണ്, 45-46 കാലഘട്ടത്തിലാണ്. സെക്കൻഡ് 48-49. അനക്സേഷൻ ഓഫ് കൂർഗ് 1834. സോ ഫസ്റ്റ് വരുന്ന ഇവന്റ് എന്നുള്ളത് അത് അനക്സേഷൻ ഓഫ് കൂർഗ് ആണ്, വിച്ച് വാസ് ഇൻ 1834. സെക്കൻഡ് വരിക കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് ആണ്, വിച്ച് വാസ് ഇൻ 1843. പിന്നെ വരിക സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ ആണ്, വിച്ച് വാസ് ഇൻ 1848-49. നെക്സ്റ്റ് വൺ ഈസ് സെക്കൻഡ് ആംഗ്ലോ ബർമീസ് വാർ 1852-ലാണ്. പിന്നെ അനക്സേഷൻ ഓഫ് അവധ് 1856-ലാണ്. സോ ദ കറക്റ്റ് ഓർഡർ വിൽ ബി EADBC എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ഓർഡർ. Annexation of Coorg 34, Conquest of Sindh 43, Second Anglo-Sikh War 48-49, Second Anglo-Burmese War 1852 and Annexation of Oudh 1856. നമുക്ക് എന്ത് ചെയ്യാം, ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിൽ നടത്തിയിട്ടുണ്ടായ പ്രധാനപ്പെട്ട ഇൻസിഡൻസ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് ബംഗാളുമായിട്ടുള്ള ക്ലാഷസ് ആണ്. ബാറ്റിൽ ഓഫ് പ്ലാസി 1757-ലാണ്. അതിൽ റോബർട്ട് ക്ലൈവ് സിറാജ് ദൗലയെ പരാജയപ്പെടുത്തുന്നു. സോ ബാറ്റിൽ ഓഫ് പ്ലാസി ആണ് എന്തുള്ളത്, ബ്രിട്ടീഷ് എംപയറിന് ഇന്ത്യയിലെ ഒരു ഫൗണ്ടേഷൻ കൊടുത്ത യുദ്ധം എന്നുള്ളത് ബാറ്റിൽ ഓഫ് പ്ലാസി ആണ്. പിൽക്കാലത്ത് ബംഗാളിൽ നടക്കുന്ന മറ്റൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സർ എന്നുള്ളത്. അത് 1764-ലാണ്. ഇവിടെയും റോബർട്ട് ക്ലൈവും ബംഗാളിലെ നവാബും. ഓക്കെ, ഇതിന്റെ അവസാനമാണ് ട്രീറ്റി ഓഫ് അലഹബാദ് നടക്കുന്നത്. ബാറ്റിൽ ഓഫ് ബക്സാറിന് ശേഷമാണ് ട്രീറ്റി ഓഫ് അലഹബാദ് 1765. ഈ ട്രീറ്റി ഓഫ് അലഹബാദ് പ്രകാരം ബ്രിട്ടീഷുകാർക്ക് എന്ത് കിട്ടി? ദിവാനി റൈറ്റ്സ്, ടാക്സ് കളക്ഷൻ റൈറ്റ്. ബംഗാളിന്റെയും ബീഹാറിന്റെയും ഒറീസയുടെയും ദിവാനി റൈറ്റ് ബ്രിട്ടീഷുകാർക്ക് കിട്ടി എന്നുള്ളതാണ്. ഓക്കെ, സോ പിന്നീട് ഡ്വൽ ഗവൺമെന്റ് ആയിരുന്നു ഈ ഒരു ട്രീറ്റി ഓഫ് അലഹബാദ് 1765 മുതൽ പിന്നീട് വാരൻ ഹാസ്റ്റിങ്സിന്റെ വരവ് വരെ 1772 വരെ ബംഗാൾ ഒരു ഡ്യുവൽ ഗവൺമെന്റ് സിസ്റ്റം ആയിരുന്നു നിലനിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ബ്രിട്ടീഷ് കോൺക്വസ്റ്റ് ഓഫ് മൈസൂർ ആണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ നടക്കുന്നത് 1767 മുതൽ 1769 വരെയാണ്. അങ്ങനെ അതിന്റെ അവസാനത്തിൽ സൈൻ ചെയ്യുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് മൈസൂർ എന്നുള്ളത്, സോറി മദ്രാസ് എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് ആംഗ്ലോ മൈസൂർ വാർ 1767-69, ട്രീറ്റി ഈസ് ട്രീറ്റി ഓഫ് മദ്രാസ്. Second Anglo-Mysore War 1779-1784, treaty is Treaty of Mangalore. Third Anglo-Mysore War 1790 മുതൽ 1792, 1790 മുതൽ 1792 വരെയാണ് തേർഡ് ആംഗ്ലോ മൈസൂർ വാർ. അതിന്റെ ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ശ്രീരംഗപട്ടണം എന്നുള്ളത്. നെക്സ്റ്റ് ഫോർത്ത് ആംഗ്ലോ മൈസൂർ വാർ, അത് 1799-ലാണ്. അതിലൂടെ എന്ത് ചെയ്തു, മൈസൂറിനെ ബ്രിട്ടീഷ് ഫോഴ്സസ് ക്യാപ്ചർ ചെയ്തു, ടിപ്പു ഒക്കെ കൊല്ലപ്പെട്ട യുദ്ധം. ഓക്കെ, ഇനി ആംഗ്ലോ മറാത്ത സ്ട്രഗിൾസ് ആണ്. ഫസ്റ്റ് ആംഗ്ലോ മറാത്ത വാർ ആ ഒരു ട്രീറ്റി ഓഫ് സൂറത്ത് 1775 മുതൽ 1782 വരെയാണ്. ട്രീറ്റി ഓഫ് സാൽബായ് ആണ് അവസാനമായിട്ട് സൈൻ ചെയ്ത ട്രീറ്റി എന്നുള്ളത്. ഓക്കെ, പിന്നെ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാർ 1803-1805, ട്രീറ്റി ഓഫ് ബസൈ 1802-ലൂടെയാണ് അവർ സെക്കൻഡ് ആംഗ്ലോ മറാത്ത വാറിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ തേർഡ് ആംഗ്ലോ മറാത്ത വാർ 1817-1819. കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് 1843-ലാണ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് നടക്കുന്നത്. ലോർഡ് എല്ലൻ ബറോ ആയിരുന്നു അന്നത്തെ ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്നുള്ളത്. ഇനി കോൺക്വസ്റ്റ് ഓഫ് പഞ്ചാബിനെ പറ്റി പറയുകയാണെങ്കിൽ ആദ്യം ഒരു ട്രീറ്റി ഓഫ് അമൃത്സർ 1809-ൽ സൈൻ ചെയ്യുന്നുണ്ട്. പിന്നീട് ഫസ്റ്റ് ആംഗ്ലോ സിഖ് വാർ 1845-46, സെക്കൻഡ് ആംഗ്ലോ സിഖ് വാർ 1848-49. ഓക്കെ, ഇനി സബ്സിഡറി അലയൻസ് ഓഫ് വെല്ലസ്ലി പ്രകാരം അവർ സബ്സിഡൈസ്ഡ് ചെയ്ത സ്റ്റേറ്റുകളാണ് ഹൈദരാബാദ്, മൈസൂർ, തഞ്ചാവൂർ, അവധ്, പേഷ്വ മറാത്താസിനെ, ബോൺസ്ലെ ഓഫ് ബരാർ, സിന്ധ്യ, ജോധ്പൂർ, ജയ്പൂർ, മച്ചേരി, ഭുണ്ടി, ഭരത്പൂർ. അതിന്റെ ഓർഡറിൽ തന്നെ പഠിക്കാം. ഡോക്ടറിൻ ഓഫ് ലാബ്സ് പ്രകാരം അവർ പിടിച്ചെടുത്ത സ്റ്റേറ്റ് അല്ലെങ്കിൽ ലാബ്സ്ഡ് സ്റ്റേറ്റ്സ് ആണ് സത്താര, സംബൽപൂർ, ഭഗത്, ഉദയ്പൂർ,
നാഗ്പൂർ, ഝാൻസി, അവധ് എന്നുള്ളത്. ഓക്കെ, അവധ് 1856 നമ്മുടെ ഡൽഹൌസി അനക്സ് ചെയ്യുന്നതാണ്. അതിന്റെ കോസ് എന്നുള്ളത് മാൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതായിരുന്നു. ഓക്കെ, ഇനി നെയ്ബറിംഗ് കൺട്രീസുമായിട്ട് ആംഗ്ലോ നേപ്പാൾ റിലേഷൻസിൽ ട്രീറ്റി ഓഫ് സഗൗളി ഓർത്തിരിക്കണം 1860. ആംഗ്ലോ ബർമ ത്രീ ആംഗ്ലോ ബർമീസ് വാറുകൾ ഉണ്ടായിരുന്നു. 3 യുദ്ധങ്ങൾ ബർമയായിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റ് ആംഗ്ലോ ബർമ വാർ നടക്കുന്നത് 1824-26 ആണ്. സെക്കൻഡ് ആംഗ്ലോ ബർമ വാറാണ് 1852. അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. തേർഡ് ആംഗ്ലോ ബർമ വാറാണ് 1885. ഓക്കെ, ഇനി ആംഗ്ലോ ടിബറ്റൻ റിലേഷനായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ടതാണ് ട്രീറ്റി ഓഫ് ലസ 1904. ആംഗ്ലോ അഫ്ഗാൻ റിലേഷൻസിൽ ഫോർവേഡ് പോളിസി ഓഫ് ഓക്ലാൻഡ്, ലോർഡ് ഓക്ലാൻഡ്. പിന്നെ ഫസ്റ്റ് ആംഗ്ലോ അഫ്ഗാൻ വാർ 1839-42. പിന്നീട് സെക്കൻഡ് ആംഗ്ലോ അഫ്ഗാൻ വാർ നടക്കുന്നത് 1870-1880. അത് അവസാനിക്കുന്ന ട്രീറ്റിയാണ് ട്രീറ്റി ഓഫ് ഗന്ധമക് എന്നുള്ളത്. ഓക്കെ, സോ ഇത്രയും വാറുകളും ട്രീറ്റുകളൊക്കെ ഓർത്തിരിക്കാം. നെക്സ്റ്റ്, ഹു among the following authors wrote the book ടൈറ്റിൽഡ് ഫോറിൻ നോട്ടീസസ് ഓഫ് സൗത്ത് ഇന്ത്യ? ഫോറിൻ നോട്ടീസസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള ബുക്കിന്റെ ഓതർ ആരാണെന്നാണ് ചോദ്യം. ടി.വി. മഹാലിംഗം, കെ.എൻ. ശാസ്ത്രി, ആർ കാൾഡുവൽ, കെ.കെ. പിള്ളെ. ആരാണ്? ഓക്കെ, ഫോറിൻ നോട്ടീസസ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ള വർക്കിന്റെ ഓതർ എന്നുള്ളത് അത് ഓപ്ഷൻ ബി ആണ്, കെ.എൻ. ശാസ്ത്രി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 A history of South India from prehistoric times to the fall of Vijayanagara. Indian Musalman, revolutionaries, the other stories of how India won its freedom, the extremist challenge, India between 1890 and 1910. അപ്പം ലിസ്റ്റ് 1 4 ബുക്കുകളാണുള്ളത്. ലിസ്റ്റ് 2 അതിന്റെ ഓതേഴ്സ് ആണുള്ളത് W. ഹങ്കർ, സഞ്ജീവ് സന്യാൽ, നീലകണ്ഠ ശാസ്ത്രി, അമേഷ് ത്രിപതി. ഓക്കെ, സോ ഇതിനെ കറക്റ്റ് ആയിട്ടൊന്ന് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേ. ഓക്കെ, സോ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ ഫ്രം പ്രീ ഹിസ്റ്റോറിക് ടൈംസ് ടു ദ ഫാൾ ഓഫ് വിജയനഗർ എന്നുള്ളത് നീലകണ്ഠ ശാസ്ത്രിയുടെ വർക്കാണ്. സോ A3 ആണ്. ഇന്ത്യൻ മുസൽമാൻ എന്നുള്ളത് കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രഫിയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വില്യം വിൽസൺ ഹണ്ടറിന്റെ വർക്കാണ്. W. ഹണ്ടറിന്റെ വർക്കാണ്. സോ B1. ആൻഡ് സി, റവല്യൂഷണറീസ് ദ അതർ സ്റ്റോറീസ് ഓഫ് ഹൗ ഇന്ത്യ വോൺസ് ഫ്രീഡം എന്നുള്ളത് സഞ്ജീവ് സന്യാലിന്റെ വർക്കാണ്. സോ C2. ആൻഡ് ഡി, ദ എക്സ്ട്രീമിസ്റ്റ് ചലഞ്ച് ഇന്ത്യ ബിറ്റ്വീൻ 1890 and 1910 അത് അമേൽസ് ത്രിപതിയുടെ വർക്കാണ്. ത്രിപതിയുടെ വർക്കാണ്. സോ ദ കറക്റ്റ് ഓർഡർ എന്നുള്ളത് A3, B1, C2, D4 എന്നുള്ളതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓക്കെ, ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ എന്നുള്ളത് നീലകണ്ഠ ശാസ്ത്രി, ഇന്ത്യൻ മുസൽമാൻ W. ഹണ്ടർ, റവല്യൂഷണറീസ് സഞ്ജീവ് സന്യാൽ, എക്സ്ട്രീമിസ്റ്റ് ചലഞ്ച് ത്രിപതി. ഓക്കെ, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക. A3, B1, C2, D4. Which section of the Muslim League invited ഉലമാസ് ആൻഡ് ഗേവ് them public prominence? സോ മുസ്ലിം ലീഗിന്റെ ഏത് സെഷനിലാണ് ഉലമാസിനെ ഇൻവൈറ്റ് ചെയ്തതും അവർക്കൊരു പബ്ലിക് പ്രോമിനൻസ് കൊടുത്തതും എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻ എ, കൽക്കട്ട സെഷൻ 1912, കറാച്ചി സെഷൻ 1907, ഡൽഹി സെഷൻ 1918, ലാഹോർ സെഷൻ 1914. വിച്ച് സെഷൻ ഓഫ് ദ മുസ്ലിം ലീഗ് ഇൻവൈറ്റഡ് ഉലമ ആൻഡ് ഗേവ് them പബ്ലിക് പ്രോമിനൻസ്? ഏത് സെഷനാണ്? കൽക്കട്ട സെഷനാണോ, കറാച്ചി സെഷനാണോ, ഡൽഹി ആണോ, ലാഹോർ ആണോ? ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ സി ആണ്. ഡൽഹി സെഷൻ 1918 ഉലമാസിനെ ഇൻവൈറ്റ് ചെയ്യുകയും അവർക്ക് പബ്ലിക് പ്രോമിനൻസ് കൊടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ദ 1918 ഡൽഹി സെഷൻ ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് വാസ് ഹെൽഡ് ഓൺ December 30th and 31st. സോ ഇറ്റ് വാസ് പ്രിസൈഡ് ബൈ AK ഫസലുൽ ഹക്ക്. അപ്പൊ ഇതിന്റെ മെയിൻ ഇഷ്യൂ ഇവരന്ന് ഡൽഹി സെഷൻ ഓഫ് 1918 പ്രധാനപ്പെട്ട ചർച്ച എന്നുള്ളത് അറിയാം. ഫസ്റ്റ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ ഒരു സമയമാണ്. തുർക്കിയൊക്കെ പരാജയപ്പെട്ട് നിൽക്കുന്ന സമയമാണ്. സോ ഓട്ടോമാൻ എംപയറിന്റെ പതനം, തുർക്കി ഖലീഫെ എന്ത് ചെയ്തിട്ടുണ്ട്? ആ ഒരു പൊസിഷനൊക്കെ മാറ്റപ്പെട്ടിട്ടുണ്ട്. തുർക്കിയുടെ എല്ലാ അധികാരങ്ങളും അല്ലെങ്കിൽ ടെറിട്ടറീസ് ഒക്കെ ബ്രിട്ടന് പോയിട്ടുണ്ട്. സോ ഒരു കാലഘട്ടത്തിലാണ് എന്തുള്ളത് ഈ ഒരു സെഷൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കീ ചർച്ച, പ്രധാനപ്പെട്ട ചർച്ച എന്നുള്ളത് തുർക്കിയെ പറ്റി തന്നെയായിരുന്നു. ഓക്കെ, സെഷൻ ഓൾസോ ഹൈലൈറ്റ് ദ ലീഗ്സ് ഗ്രോവിംഗ് റോൾ ഇൻ ദ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആൻഡ് ഇറ്റ്സ് എൻഗേജ്മെന്റ് വിത്ത് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇഷ്യൂസ് ഓഫ് ദ ടൈം. Next question, arrange the beginning of the following newspapers in chronological order.
ഇതൊക്കെ എക്സാം ടഫാണെന്നുള്ളതിന്റെ പീക്ക് എക്സാമ്പിൾ ആണ്. ന്യൂസ് പേപ്പേഴ്സിനൊക്കെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ സംവാട്ട് ഡിഫിക്കൽട്ട് ടാസ്ക് തന്നെയാണ്. ഓക്കെ, സോ ഇന്ത്യൻ ഒപ്പീനിയൻ ഉണ്ട്, അഭ്യുദയ എന്നുള്ള പത്രമുണ്ട്, മദൻ മോഹൻ മാളവീയുടേതാണ്. ലീഡർ എന്നുള്ള പത്രമുണ്ട്, യങ് ഇന്ത്യ ഓഫ് ഗാന്ധി ഉണ്ട്, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ഓഫ് ശ്യാംജി കൃഷ്ണവർമ്മ. സോ ഇത്രയും പത്രങ്ങളുണ്ട്: ഇന്ത്യൻ ഒപ്പീനിയൻ, അഭ്യുദയ, ദ ലീഡർ, യങ് ഇന്ത്യ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്. സോ ഇതിനെ ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ടാസ്ക്. ചെയ്തോളൂ. ഓക്കെ, സോ അതിനെ കറക്റ്റ് ആയിട്ട് ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഏത് ഓർഡറാണ് വരിക? തന്നിരിക്കുന്നതിൽ ആദ്യം വന്ന പത്രം എന്നുള്ളത് ഇന്ത്യൻ ഒപ്പീനിയൻ തന്നെയാണ്. ആണ് 1903 ഇന്ത്യൻ ഒപ്പീനിയന്റെ പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ആണത്. നെക്സ്റ്റ് വൺ ഈസ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് ശ്യാംജി കൃഷ്ണവർമ്മ 1905 ഇന്ത്യൻ ഹോം റൂൾ സൊസൈറ്റി ലണ്ടനായിട്ട് ബേസ് ചെയ്തിട്ട് ഇറക്കിയ ഒരു പബ്ലിക്കേഷനാണ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നുള്ളത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഇ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ബി, അഭ്യുദയ. 1905 സോറി 1905 ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ്, 1907 അഭ്യുദയ വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ലീഡർ എന്നുള്ള പത്രം, അത് 1909 പിന്നെ ഗാന്ധിയുടെ യങ് ഇന്ത്യ 1919 മുതൽ 1931 വരെയാണ് ഗാന്ധിയുടെ യങ് ഇന്ത്യയുടെ പബ്ലിക്കേഷൻ ഉണ്ടായത്. സോ ദ കറക്റ്റ് ഓർഡർ ഈസ് AEBCD എന്നുള്ളതാണ് അവിടുത്തെ കറക്റ്റ് ഓർഡർ. AEBCD. So Indian opinion, the Indian opinion was a newspaper established by Mahatma Gandhi, South India. സൗത്ത് ഇന്ത്യയിൽ അദ്ദേഹം തുടങ്ങിയ പത്രമാണ് ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ളത്. ഓക്കെ, സോ ഗാന്ധിക്ക് അവിടെ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, നേതാൽ ഇന്ത്യൻ കോൺഗ്രസ് എന്നുള്ളത്, നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസ്. സോ ഈ നേറ്റൽ ഇന്ത്യൻ കോൺഗ്രസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പത്രമൊക്കെ വരുന്നത്. ആൻഡ് ഇറ്റ് സെർവ്ഡ് ആസ് എ ടൂൾ ഫോർ ദ NIC ആൻഡ് ഗാന്ധിസ് പൊളിറ്റിക്കൽ മൂവ്മെന്റ് ടു ഫൈറ്റ് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആൻഡ് അഡ്വക്കേറ്റ് ഫോർ സിവിൽ റൈറ്റ്സ് ഫോർ ഇന്ത്യൻസ് ആൻഡ് നേറ്റീവ് ആഫ്രിക്കൻസ്. സോ ആ ഗാന്ധി ആഫ്രിക്കയിൽ നിന്ന് ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് റേഷ്യൽ ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, അതിനെതിരെയും പിന്നെ ഇന്ത്യക്കാരുടെയും ആഫ്രിക്കൻസിന്റെ ഒക്കെ സിവിൽ റൈറ്റ്സിന് വേണ്ടി പോരാടാനൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു വോയിസ് ആയിട്ടായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ന്യൂസ് പേപ്പർ വാസ് പബ്ലിഷ്ഡ് ഫ്രം 1903 1903 മുതൽ 1961 വരെ. ആൻഡ് ഇറ്റ് വാസ് പ്രിന്റഡ് ഇൻ ഇംഗ്ലീഷ്, ഗുജറാത്തി, ഹിന്ദി ആൻഡ് തമിഴ്, 4 ഭാഷകളിൽ ഈ ന്യൂസ് പേപ്പർ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ത്യൻ ഒപ്പീനിയൻ. നെക്സ്റ്റ് ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് എന്നുള്ളത്, അത് ആന്റി കൊളോണിയലിസ്റ്റ് ജേണലാണ് ശ്യാംജി കൃഷ്ണവർമ്മയുടേത്. 1905 തുടങ്ങുന്നത്, 1922 വരെ അത് പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു. അതിനിടെ ഒരു ബ്രേക്ക് ഉണ്ട് 1915 മുതൽ 1919 വരെ. ജേണലിന്റെ സബ് ടൈറ്റിലാണ് ആൻ ഓർഗൻ ഓഫ് ഫ്രീഡം ആൻഡ് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം എന്നുള്ളത്. ഓക്കെ, ജേണൽ സബ് ടൈറ്റിൽ വാസ് ആൻ ഓർഗൻ ഓഫ് ഫ്രീഡം ആൻഡ് പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം എന്നുള്ളത്. ഇനി അഭ്യുദയ, അതൊരു ഹിന്ദി വീക്ക്ലി ന്യൂസ് പേപ്പർ ആണ്. അതിന്റെ ഫൗണ്ടർ എന്നുള്ളത് മദൻ മോഹൻ മാളവിയാണ്. 1907 അഭ്യുദയയുടെ പബ്ലിക്കേഷൻ തുടങ്ങുന്നത്. ഓക്കെ, ഇറ്റ് പ്ലേഡ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ ഇന്ത്യൻ നാഷണലിസ്റ്റ് മൂവ്മെന്റ് ആൻഡ് ഫോക്കസ്ഡ് ഓൺ ഇഷ്യൂസ് ഫേസ്ഡ് ബൈ റൂറൽ പോപ്പുലേഷൻസ്. മാളവി തന്നെ ഫൗണ്ട് ചെയ്ത മറ്റൊരു പത്രമാണ് ദ ലീഡർ എന്നുള്ളത്, 1909. ഓക്കെ, സോ ദ ലീഡർ ആണ്. നെക്സ്റ്റ് 1909 മദൻ മോഹൻ മാളവിയ ഫൗണ്ട് ചെയ്ത ന്യൂസ് പേപ്പർ ആണ്, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ് ദ ലീഡർ എന്നുള്ളത്. അലഹബാദിലാണ് ആ ന്യൂസ് പേപ്പർ ലോഞ്ച് ചെയ്തിട്ടുള്ളത്, അത് നിങ്ങൾ ഓർക്കണം കേട്ടോ. ഇനി എന്ത് ചെയ്യാം, വേണമെങ്കിൽ ചോദിക്കാം, മദൻ മോഹൻ മാളവിയ ലോഞ്ച് ദ ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ദ ലീഡർ ഇൻ, അപ്പൊ അലഹബാദ് എന്നുള്ളതാണ് ഓർമ്മ വേണം. ഓക്കെ, അപ്പോൾ the leader newspaper became a prominent voice for nationalist sentiments during the British Raj. സോ ഇന്ത്യയിൽ ആ ഒരു ബ്രിട്ടീഷ് ഭരണ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആൾക്കാർക്കിടയിൽ ഈ നാഷണലിസ്റ്റ് സെന്റിമെന്റ്സ് ഒക്കെ വളർത്താൻ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു റോള് വഹിച്ച പത്രമാണ് ദ ലീഡർ എന്നുള്ളത്. ഓക്കെ, അതിന്റെ പബ്ലിക്കേഷൻ 1967 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, പിന്നെയും ഒരു 20 വർഷക്കാലം ദ ലീഡർ എന്നുള്ള ന്യൂസ് പേപ്പർ ഇന്ത്യയിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. യങ് ഇന്ത്യ എന്നുള്ളത് മഹാത്മാഗാന്ധിയുടെ ഒരു വീക്ക്ലി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ആണ്. അപ്പൊ 1919 മുതൽ 1931 വരെയാണ് ഇതിന്റെ പബ്ലിക്കേഷൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. സോ ഗാന്ധിയുടെ ഐഡിയോളജീസ് ഇന്ത്യക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് യങ് ഇന്ത്യയുടെ ഒരു അജണ്ട എന്നുള്ളത്. ഓക്കെ, ഇറ്റ് സെർവ്ഡ് ആസ് എ പ്ലാറ്റ്ഫോം ഫോർ ഗാന്ധി ടു ഷെയർ ഹിസ് വ്യൂസ് ഓൺ നോൺ വയലൻസ്, സ്വരാജ് ആൻഡ് അതർ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് റിലേറ്റഡ് ടു ഇന്ത്യസ് ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്. ഓക്കെ, സോ ഇത്രയാണ് തന്നിരിക്കുന്ന 4 ജേണൽസ്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിൽ ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പേപ്പറും ജേണലും അതിന്റെ ഫൗണ്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി എന്നുള്ളത് ഇതിന്റെയൊക്കെ ഇയർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക എന്നുള്ളതാണ്. കാരണം എന്താണ്, ലൈക്ക് ഇനി ക്രോണോളജിക്കലി ചോദിക്കുകയാണെങ്കിൽ കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്യാൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല, എങ്കിൽ പോലും എന്താ ചെയ്യുക, നിങ്ങൾ പറ്റാതൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് പറയുന്നത് ദീർഘദർശൻ എന്നുള്ളതാണ്. ഇതാണ്
ബംഗാളി ഫസ്റ്റ് മന്ത്ലി. അപ്പം ഫസ്റ്റ് ബംഗാളി മന്ത്ലിയാണ് ദീകദർശൻ എന്നുള്ളത്. നെക്സ്റ്റ് ന്യൂസ് പേപ്പർ ആണ് സമാചർ ദർപ്പൺ എന്നുള്ളത്. സമാചർ ദർപ്പൺ ആണ് ആദ്യത്തെ ബംഗാളി ന്യൂസ് പേപ്പർ. സമാചർ ദർപ്പൺ ആണ് ആദ്യത്തെ ബംഗാളി ന്യൂസ് പേപ്പർ എന്നുള്ളത്. വില്യം ഖാരയാണ് അതിന്റെ ഫൗണ്ടർ. നെക്സ്റ്റ് മിറാത്തുൽ അക്ബർ എന്നുള്ള രാജറാം മോഹൻ റോയുടേത്. ജാമെ ജഹാൻ ന്യൂമ എന്നുള്ള ഹരിഹരൻ ദത്തയുടേത്. ബംഗാദൂത രാംമോഹൻ റോയ്, ദ്വാരകനാഥ് ടാഗോർ ഇവർ രണ്ടുപേരുമാണ് ബംഗദൂതയുടെ ഫൗണ്ടേഴ്സ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന ദാദാബായ് നവറോജി ജേണൽ. റാസ്ത് ഗൊഫ്താർ ദാദാബായ് നവറോജിയുടേതാണ്. അത് മറ്റേ നമ്മുടെ റഹ്മാനി മസ്ദിയാഷൻ സഭയായിട്ട് ബന്ധപ്പെട്ടാണ്. സഭയുടെ ഐഡിയോളജീസ് ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി. സോമപ്രകാശ ദ്വാരകനാഥ് ടാഗോറിൻ്റെതാണ്. ഇന്ത്യൻ മിറർ ദേവേന്ദ്രനാഥ് ടാഗോറിൻ്റെതാണ്. നാഷണൽ പേപ്പർ അതും ദേവേന്ദ്രനാഥ് ടാഗോറിന്റെ പത്രമാണ്. മദ്രാസ് മെയിൽ ചാൾസ് ലോസണും ഹെൻറി കോർണിഷും ആണ് മദ്രാസ് മെയിലിന്റെ ഫൗണ്ടേഴ്സ്. അമൃത് ബസാർ പത്രിക സിസിർ കുമാർ ഘോഷിന്റേതാണ്. ഈ പത്രമാണ് നമ്മൾ നേരത്തെ എവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്, നമ്മുടെ വെർണാക്കുലർ പ്രസ് ആക്ട് 1878 പറയുമ്പോൾ നമ്മൾ അമൃത് ബസാർ പത്രിക പറഞ്ഞിട്ടുണ്ട്. വെർണാക്കുലർ പ്രസ് ആക്ടിന്റെ ആ ഒരു പ്രൊവിഷൻസ് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒറ്റ രാത്രി കൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് അതിന്റെ പബ്ലിക്കേഷൻ മാറ്റിയ പത്രമാണ് അമൃത് ബസാർ പത്രിക എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ബംഗദർശനം, ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ പത്രമാണ്. സ്റ്റേറ്റ്സ്മാൻ റോബർട്ട് നൈറ്റിൻ്റെതാണ്. ദീനബന്ധു കൃഷ്ണറാവു ബന്ധുറാഗ് ഫലേക്കറുടെ പബ്ലിക്കേഷനാണ് ദീൻബന്ധു. അദ്ദേഹത്തിന് ദീൻബന്ധു എന്നുള്ള ടൈറ്റിൽ തന്നെയാണ് അറിയപ്പെടാറുള്ളത്. കൃഷ്ണറാവു ബന്ധുറാഗ് ഫലേക്കർ. ഹിന്ദു ജെ.എസ്. അയ്യർ, ജി സുബ്രഹ്മണ്യ അയ്യർ. കേസരി മറാത്ത തിലകിന്റെ രണ്ട് പബ്ലിക്കേഷൻസ് ആണ്. ദർപ്പൺ ബാലശാസ്ത്രി അംബേദ്കറിൻ്റെതാണ്. ഹരിജൻ യങ് ഇന്ത്യ നവജീവൻ ഇത് മൂന്നും ഗാന്ധിയുടേതാണ്. ഗാന്ധി ഇന്ത്യയിൽ തുടങ്ങിയതാണ്. ഗാന്ധിയുടെ സൗത്ത് ആഫ്രിക്കയിലുള്ള പത്രമായിരുന്നു ഇന്ത്യൻ ഒപ്പീനിയൻ എന്നുള്ളത്. വന്ദേ മാതരം ഓറോബിന്ദോ ഘോഷിന്റെ പബ്ലിക്കേഷനാണ്. യുഗന്ധർ ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്തും അവര് റവല്യൂഷണറി ഐഡിയോളജി ഒക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള പങ്ക് വഹിച്ച ഒരു വീക്കിലിയാണ് യുഗന്ധർ എന്നുള്ളത്. അൽ ഹിലാൽ അബ്ദുൽ കലാം ആസാദിന്റെതാണ്. ട്രൈബ്യൂൺ ദയാൽ സിംഗിന്റെതാണ്. പഞ്ചാബി ലാലാ ലജ്പത് റായുടേതാണ്. ഓക്കെ, സോ ഹിന്ദു ജി.എസ്. അയ്യർ, കേസരി മറാത്ത തിലക്, ദർപ്പൺ ബാലശാസ്ത്രി അംബേദ്കർ. മഹാരാഷ്ട്രയിലെ സോഷ്യൽ റിഫോം മൂവ്മെന്റിനൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ കൊടുത്താണ് ദർപ്പൺ എന്നുള്ള ആ ഒരു ജേണലൊക്കെ. ഓക്കെ, ഹരിജൻ യങ് ഇന്ത്യ നവജീവൻ ഗാന്ധി, വന്ദേ മാതരം ഓറോബിന്ദോ ഘോഷ്, യുഗന്ധർ ബരീന്ദ്രകുമാർ ഘോഷും ഭൂപേന്ദ്രനാഥ് ദത്ത്, അൽ ഹിലാൽ അബ്ദുൽ കലാം ആസാദ്, ട്രൈബ്യൂൺ ദയാൽ സിംഗ്, പഞ്ചാബി ലാൽ ലജ്പത് റായ്. വാങ്വേർഡ് എന്നുള്ള ജേണൽ എം.എൻ. റോയുടേതാണ്. സന്ധ്യ ബ്രഹ്മോബന്ധു ഉപാധ്യായുടേതാണ്. തത്വബോധിനി പത്രിക ദേവേന്ദ്രനാഥ് ടാഗോർ, ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ. മോഡേൺ റിവ്യൂ രാമാനന്ദ ചാറ്റർജി. ഓക്കെ, സോ ഇത്രയും ന്യൂസ് പേപ്പേഴ്സും ജേണൽസും ഓർത്തിരിക്കാം. സോ നമ്മൾ ഇന്ന് മോഡേൺ ഇന്ത്യ ബേസ് ചെയ്തിട്ടുള്ള 10ഓളം ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. Hope it is clear for you. Hope it is helpful for you. And yeah, thank you.